കുർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പരിശുദ്ധ സഭയുടെ മിഷൻ ബോർഡിന്റെയും ഐനാംസിന്റെയും പ്രവർത്തകരെ, ബോംബെ ഭദ്രാസനത്തിലെ ആത്മീയ മക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമയം ചിലവഴിക്കുന്നത്. അഖില മലങ്കര അടിസ്ഥാനത്തിൽ മിഷൻ സൺഡേ ആയിട്ട് ജൂലൈ മാസം 4-ാം തീയതി ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോ ഭദ്രാസനത്തിലെയും മിഷൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി മലങ്കര അടിസ്ഥാനത്തിൽ മിഷൻ ബോർഡിന്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശാനുസരണം ഐനാംസിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും എന്തെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ പരസ്പരം സജഷൻസ് ലഭിക്കുവാനും ഒക്കെ ഈ അവസരം ലഭ്യമാകും എന്നതിൽ പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. ഇപ്പോൾ ആമുഖമായിട്ട് ഞാൻ കൂടുതൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അഭിവന്യ കുർലോസ് തിരുമേനിയെ പ്രാർത്ഥനയോടുകൂടി ഈ മീറ്റിംഗ് ആരംഭിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. കേൾക്കാവോ? യെസ് തിരുമേനി. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കണ്ണുവന കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഐനാംസിന്റെയും മിഷൻ ബോർഡിന്റെയും ഊർജ്ജങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ തിരുനാമ മഹത്വനും സഭയുടെ കൊമ്പുയരുവാനും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായിട്ട് വേർതിരിക്കപ്പെടുന്നത് സ്തോത്രത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. വിനയാനിതരായ നിന്റെ സന്നിധിയിലാണയുമ്പോൾ നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സമർത്ഥമായി പകരണമേ. എല്ലാ മെത്രാസനങ്ങളിൽ കൂടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുവാനും പഠിക്കുവാനും പരസ്പരം പൂരകങ്ങളായി വർത്തിക്കുവാനും നീ കൈമാറുന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കോവിഡും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്നുവെങ്കിലും നീ മാറാത്തവനായി കൃപകളും അനുഗ്രഹങ്ങളും പകരുന്നവനായി എല്ലാ വിശിഷ്ട ഭോജ്യവും ഞങ്ങൾക്ക് സൗജന്യമായി പ്രദാനം ചെയ്യുന്നവനായി ഞങ്ങൾക്ക് സമീപസ്ഥനായിട്ടുള്ളതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ബോംബെ ഭദ്രാസനത്തെ ബൂഥങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും അവലോകനം ചെയ്യുവാനും അവയോർത്ത് തന്നെ സ്തോത്രം ചെയ്യുവാനും കൂടുതൽ കൃപയിലായിരിക്കാനും കൂടുതൽ വർദ്ധമാനമായിട്ടുള്ള രീതിയിൽ അവയെ വളർത്തിയെടുക്കുവാനുള്ള നിന്റെ താല്പര്യം കണ്ടെത്തുവാനും അത് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാക്കുവാനും ഈ വിലപ്പെട്ട അവസരത്തെ നീ വേർതിരിക്കണമേ. നിന്റെ കണ്ണാൽ കടാക്ഷിക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തിലും ഭദ്രാസനത്തിലും ബൂഥ മേഖലകളിലും വർദ്ധിക്കുന്ന ഏവരെയും സ്തോത്രത്തോടെ വിനയത്തോടെ സമർപ്പണത്തോടെ നിന്റെ സന്നിധിയിൽ വേർതിരിക്കുന്നു. നിന്റെ കാരുണ്യം പകരണമേ. നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ വിശുദ്ധി ഞങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം പാടുവാനായിട്ട് തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട ഫാദർ ഗീവർഗീസ് നല്ലില അച്ഛനെ ട്രിനിറ്റി പ്രയർ നടത്തുവാനായിട്ട് ക്ഷണിക്കുന്നു. പിതാ നമോ നമഃ. പുത്ര നമോ പവിത്രാത്മാ നമോ നമഃ. ത്രിയേക ദൈവമേ നമോ ബൈബിൾ റീഡിങ്ങിനായിട്ട്
ബോംബെ ഭദ്രാസനത്തിലെ ഐനാംസിന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന മിസ്റ്റർ തോമസ് വർഗീസിനെ ക്ഷണിക്കും. ഒരു മീറ്റിംഗിലായ പിന്നെ വിളിക്കാം. തോമസ് വർഗീസ് സാറ് അൺമ്യൂട്ട് ചെയ്യണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടുന്നതിന് അവരുടെ ബുദ്ധിയെ അവൻ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുന്നവർ അവൻ അവരെ വിട്ട് പിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ബാറക്മോ. പരിശുദ്ധ ബാവാതിരുമനസിന്റെ അനുഗ്രഹ സന്ദേശം വായിക്കുവാനായി ഡോക്ടർ TM മാത്യുവിനെ ക്ഷണിക്കും. ഈ വർഷത്തെ മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഐനാംസും മിഷൻ ബോർഡും സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഗ്ലോബൽ മീറ്റിലേക്കുള്ള പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ അനുഗ്രഹ സന്ദേശം. പുണ്യശ്ലോകനായ ഡോക്ടർ ഗീവറിയൂസ് മാർ ഒസ്താത്യോസ് തിരുമേനി 1984 സ്ഥാപിച്ച ഐനാംസ് പ്രസ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ ബോർഡിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കർത്താവിന്റെ സത്യസുവിശേഷത്തിന്റെ കൂട്ടുപേരക്കാരായി അനുഗ്രഹകരമായി പ്രേക്ഷിത വേല നിർവഹിച്ചു വരുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ സഭാമക്കൾക്ക് ഓർക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഒരു ഗ്ലോബൽ മീറ്റിലൂടെ ലോകമെമ്പാടുമുള്ള മലങ്കര സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സഭാമക്കൾക്ക് അവബോധം വളർത്തുവാൻ ഉതകും വിധം ഇപ്രകാരം ഒരു യോഗം ക്രമീകരിച്ചത് ഏറ്റവും ഉചിതമായ ഒരു സംഗതിയായി നാം വിലയിരുത്തുന്നു. യേശുക്രിസ്തു തന്റെ മനുഷ്യാവതാര സംഭവങ്ങൾ പൂർത്തീകരിച്ച് പിതൃസന്നിധിയിലേക്ക് കരയേറുന്നതിന് മുമ്പ് മണവാട്ടിയായ സഭയോട് താൻ നിറവേറ്റിയ രക്ഷണ്യ പ്രവർത്തനങ്ങളെ ഭൂതാശിക അനുഭവങ്ങളിലൂടെ അനുസ്മരിക്കണമെന്നും ലോകത്തിന്റെ അറ്റത്തോളം പോയി തന്റെ രണ്ടാമത്തെ വരവ് വരെ ദൈവരാജ്യത്തിന്റെ സാക്ഷികളാകണമെന്നുമുള്ള വലിയ ദൗത്യം ഭരമേൽപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ സഭയുടെ മിഷൻ ബോർഡിന്റെയും ഐനാംസിന്റെയും പ്രവർത്തനങ്ങൾ ഈ വിധത്തിൽ അനുഗ്രഹമായ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഐനാംസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ആൻഡമാൻസിലെ മിഷൻ കേന്ദ്രത്തിനും ഒറീസയിലെ ആദിവാസി സമൂഹത്തിനും അമേന്നൂർ മോസം സെന്ററിനും ബാംഗ്ലൂരിലെ HIV കേന്ദ്രത്തിനും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയ ഗണ്യമായ സഹായം ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. കൂടാതെ പ്രസ്ഥാനത്തിന്റെ 50 സ്നേഹ കൂട്ടായ്മയിലൂടെ 156 ഭവനങ്ങൾക്ക് മാസം തോറും കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയും ശ്ലാഘനീയം തന്നെ. കർത്താവിന്റെ ദൈവരാജ്യ കെട്ടുപണിയിൽ തുടർന്നും അനുഗ്രഹകരമായി അണിചേരുവാൻ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഐനാം സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഗ്ലോബൽ മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബസേലിയോസ് മാർത്തോമ പൗരൂസ് ദ്വിതീയൻ.
ഈ സമയത്ത് ബോംബെ ഡയോസിഷൻ മിഷൻ മീറ്റിന്റെ ഈ യോഗത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ഐനാംസിന്റെ ബോംബെ ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു താന്നിമുട്ടിൽ അച്ഛനെ ക്ഷണിക്കുന്നു. മാർക്കുമോ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഐനാംസിന്റെ ജനറൽ സെക്രട്ടറി കുര്യൻ സാറ്, അതുപോലെ ഐനാംസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് പോൾ സാറ്, മറ്റ് വിശിഷ്ടാതിഥികളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം ചൊല്ലുന്നു. അഖില മലങ്കര ഐനാംസിന്റെ ഗ്ലോബൽ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഇപ്രകാരം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദ തിരുമേനിയെയും അതുപോലെ കുര്യൻ സാറിനെയും മറ്റുള്ളവരെ എല്ലാം ഹാർദവമായിട്ട് അഭിനന്ദിക്കുന്നു. ബോംബെ ഭദ്രാസനത്തിലെ മാത്രമല്ല, സഭയുടെ വിവിധ ഭാഗങ്ങളിൽ ബോംബെ ഭദ്രാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും അതൊന്ന് വിലയിരുത്തുവാനും തക്കവണ്ണം ഇന്നത്തെ മീറ്റിംഗ് സംഗതിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിയെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അഭിനന്ദ തിരുമേനിയുടെ ദീർഘവീക്ഷണവും സഭയെക്കുറിച്ചും മിഷനെ കുറിച്ചുമുള്ളതായ തന്റെ ദർശനവും അഭിനന്ദ തിരുമേനിയുടെ വാക്കുകളിൽ ഞങ്ങൾക്ക് ഇതിനകം കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 13 നോയമ്പിൽ അഭിനന്ദ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഭദ്രാസനത്തിലെ ഏതാണ്ട് 350-നും 400-നും ഇടയ്ക്ക് കുടുംബാംഗങ്ങൾ 13 ദിവസവും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായത് അഭിനന്ദ തിരുമേനിയുടെ ഒരു നേതൃത്വമായിരുന്നു. ആ മീറ്റിംഗിൽ, കഴിഞ്ഞ വൈദിക മീറ്റിംഗിൽ അഭിമന്യ തിരുമേനി സംസാരിച്ചതായ ഒരു വാക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. ഈ വർഷം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥന നിർബന്ധമായിട്ട് നടത്തത്തക്കവണ്ണം വൈദികർ ശ്രദ്ധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സുവിശേഷീകരണത്തിന്റെ പ്രഥമ പടി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. കുടുംബ പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിന്റെ ആദ്യപടിയാകുന്നു. അത് നിർവഹിച്ചു കഴിയുമ്പോഴാണ് പിന്നീട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുവാനായിട്ട് നമുക്ക് ശക്തിയും ബലവും ലഭിക്കുന്നത്. ഇപ്രകാരം നല്ല ദർശനത്തോടെ ഈ ഭദ്രാസനത്തിനും സഭയ്ക്ക് മുഴുവനായിട്ടും നേതൃത്വം നൽകുന്ന അഭിനന്ദ കൂർലോസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. രണ്ടാമത് സ്വാഗതം ചെയ്താനായിട്ടുള്ളത് അഭിനന്ദ തേവോദോറോസ് തിരുമേനിയാണ്. തിരുമേനി താമസം വിന മീറ്റിംഗിൽ സംബന്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോയിൻ ചെയ്തു. മിഷൻ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിനന്ദ തേവോദോറോസ് തിരുമേനി തന്റെ ഗുരുവായ അസ്താത്യോസ് തിരുമേനിയെ പോലെ തന്നെ തീഷ്ണതയോടുകൂടെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. തിരുമേനിയുടെ നേതൃത്വം നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാണ്. അഭിനന്ദ തേവോദോറോസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഐനാംസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പി കെ കുര്യൻ സാറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കാനൊക്കെ ഇടയായി. സാറിന്റെ ദർശനവും താല്പര്യവും അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട കുര്യൻ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഐനാംസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് പോൾ സാറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബോംബെ ഭദ്രാസനത്തിലെ മിഷൻ പ്രവർത്തനങ്ങളെ 2-3 വിഭാഗങ്ങളിലായിട്ടാണ് തിരിച്ച് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
മിഷൻ എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛനും അഭിനന്ദ കുർലോസ് തിരുമേനിയുടെ വളരെ ആഗ്രഹപ്രദമായ ഒരു ദർശനമായ റോഹ കമ്മ്യൂണിറ്റിയെ കുറിച്ച് റോഹ കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബിൻ വർഗീസ് അച്ഛനും ഭദ്രാസനത്തിന്റെ ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട തോമസ് കെ ചാക്കോ അച്ഛനും സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ദൃശ്യ മാധ്യമം ബഹുമാനപ്പെട്ട ജിജി ജോഷുവ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഇവരെ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മിസ്റ്റർ തോമസ് വർഗീസ്, ഡോക്ടർ ടി.എം. മാത്യു, അതുപോലെ തോമസ് മാലച്ചൻ, എല്ലാവരെയും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വിശ്വാസികളെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അധ്യക്ഷ പ്രസംഗം നടത്തുവാനായി ബോംബെ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനിയെ ക്ഷണിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനന്ദ തെയോഡോഷ്യസ് തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, ഐനാംസിന്റെ ഗ്ലോബൽ ഭാരവാഹികളെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഈ ഭാഗ്യപ്പെട്ട മുഹൂർത്തത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് ക്രമീകരിച്ചത്. ഞാൻ കേരളത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട വൈദികര് വളരെ താല്പര്യപൂർവ്വം കിട്ടിയ നിമിഷങ്ങൾ ഒട്ടിച്ചേർത്ത് വളരെ ശ്രദ്ധേയമായിട്ട് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെയും അധ്യാത്മ സംഘടനകളുടെ പ്രവർത്തകരുടെയും ഐനാംസിന്റെ ഭാരവാഹികളുടെയും ഒക്കെ കഠിനമായിട്ടുള്ള അധ്വാനം ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുകയാണ്. ആഗോളതലത്തിൽ മിഷൻ ബോർഡ്, പ്രത്യേകിച്ചും ഐനാംസ് നടത്തുന്ന ശുശ്രൂഷകളും അനുഷ്ഠാനങ്ങളും അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അനുഗ്രഹകരമായി നമ്മളെ വഴി നയിക്കുകയാണ്. കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്ന അവസരത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വേർതിരിക്കുന്ന മുഹൂർത്തങ്ങളാണ്. രാത്രി സമയത്ത് ചന്ദ്രന്റെ പ്രഭയില്ലാത്തപ്പോൾ കൂരിരുട്ട് സംഭവിക്കാം. എന്നാൽ നക്ഷത്രങ്ങൾ ഒരുമിച്ച് മിന്നി തെളിയുമ്പോൾ അതൊരു ആകാശ കാഴ്ചയും വലിയ ട്രീറ്റുമാണ്. അത് ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ ധാരാളം വെല്ലുവിളികൾ ഉണ്ടാവുകയും ആത്മീയമായിട്ടുള്ള പ്രബുദ്ധത തണുത്ത് മരവിച്ച് മരിച്ചു പോകുന്നോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ ഐനാംസും മിഷൻ ബോർഡും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ച പോലെ വെളിച്ചം പകരുന്നതും പ്രത്യാശ വേർതിരിക്കുന്നതും ദൈവസന്നിധി സ്തോത്രത്തോടെ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ സാധിക്കുന്നതുമാണ്. ആ നക്ഷത്രങ്ങളൊക്കെ വളരെ വിദൂരതയിൽ നിൽക്കാതെ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നമ്മോട് അടുത്തു വന്നിരുന്നെങ്കിൽ എന്തുമാത്രം വെളിച്ചമുണ്ടാകും ആയിരുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ട്. അഭിനന്ദ ഒസ്താത്യോസ് തിരുമേനി വിഭാവനം ചെയ്ത ചിന്തകളൊക്കെ വളരെ വിദൂരതയിലുള്ള നക്ഷത്രങ്ങൾ പോലെ മാത്രം ഇന്നും അവശേഷിക്കുന്നെങ്കിൽ അതിനോടുള്ള ദൂരം കുറയ്ക്കുവാനും അവയിൽ നിന്നുള്ള വെളിച്ചം കൂടുതൽ ആർജിക്കുവാനും മെഗൂഷ്യന്മാർക്ക് വെളിച്ചം പകർന്ന വെള്ളി നക്ഷത്രം പോലെ ഈ പിതാവിന്റെ ജീവിതവും മാതൃകയും നമുക്ക് പുതിയ ദിശയിലേക്കും പ്രത്യാശയുടെ ലോകത്തിലേക്കും അനുഗ്രഹകരമായിട്ടുള്ള അനുഭവങ്ങൾ തുടർന്നും പകരട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ബോംബെ മെത്രാസനത്തിലെ ഐനാംസും മറ്റെല്ലാ അധ്യാത്മ സംഘടനകളും പ്രവർത്തനങ്ങളും ഭദ്രാസനത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് പറയുവാനായിട്ട് ഏതാനും പേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട്
അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ വൈദികരും വിശ്വാസികളും പ്രത്യേകിച്ച് അധ്യാത്മ സംഘടനകളുടെ പ്രവർത്തകരും ഐനാംസിൽ സജീവമായിട്ട് നിൽക്കുന്നവരുമൊക്കെ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥനകൾ നെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും കാത്തിരിപ്പിന്റെ നാളുകളിൽ ഞാൻ കേരളത്തിലായിരുന്നു. എന്നാൽ എൻ്റെ വൈദികരോട് പറഞ്ഞ് നിങ്ങളുടെ ഉത്സാഹത്തിൽ കാത്തിരിപ്പിന്റെ 10 ദിവസവും 24 മണിക്കൂറും വീതം, അതായത് 240 മണിക്കൂർ കോമൺ റിലേ പ്രാർത്ഥനകൾ നടത്തണം, അങ്ങനെ കൂട്ടായ്മ ആചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും കോവിഡിന്റെ ഭീതികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പട്ടാപ്പകലും പാതിരാത്രിയിലും ഒക്കെ ഒരുപോലെ പ്രാർത്ഥനയിൽ നിരതരായ വിശ്വാസികളെയും അവരെ നയിക്കുന്ന വൈദികരെയും കാണാനായിട്ട് സാധിച്ചു. അത് വളരെ ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മാത്യൂസ് താന്നിമുട്ടിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പൊ തൊട്ട് കഴിഞ്ഞ ശ്രീഹ നോമ്പ് എല്ലാ ദിവസവും 1 മണിക്കൂർ 100 കണക്കിന് ആളുകൾ സജീവമായിട്ട് പങ്കെടുത്ത ക്രിസ്തീയ കൂട്ടായ്മയുടെ മാധുര്യം നുണഞ്ഞ് അനുഭവിച്ച് തീർന്നതേ ഉള്ളൂ. ഇതുപോലുള്ള അവസരങ്ങളൊക്കെ തുടർന്നും ഇതുപോലുള്ള ആത്മീയ ദാഹം തീർക്കുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ഭദ്രാസന തലത്തിലും ഐനാംസിന്റെ ചുമതലയിലും എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലും ഗ്രിഗോറി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിലുമൊക്കെ നടത്തുന്ന പരിപാടികളെ കുറിച്ച് ചുരുക്കമായെങ്കിലും അതിന്റെ ചുമതലക്കാർ പറയും. അതുപോലെ തന്നെ ഒരു വീഡിയോ വളരെ ചുരുക്കമായിട്ട് ചിലതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത്യാവശ്യമുള്ള ചില രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഈ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിന് വഴിമാറിക്കൊടുത്ത എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യകരമായിട്ടുള്ള മുഹൂർത്തം വേർതിരിച്ച പ്രൊഫസർ പി കെ കുര്യൻ, ശ്രീ ജോൺ പോൾ, പ്രൊഫസർ മാത്യു, മറ്റ് ഭാരവാഹികൾ, ഐനാംസിന്റെ ഉത്തരവാദിത്തത്തിലുള്ള വൈദികരും വിശ്വാസികളും, ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ടിരുന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഏവരും പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുകയും ഇതിനേക്കാൾ മേൽത്തരമായ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കാരുണ്യവാനിൽ വിശ്വസിക്കുകയും അവനിൽ സങ്കേതപ്പെടുകയും അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത് കൂടുതൽ ഉത്തരവാദിത്തോടുകൂടി ഇന്ന് തിരുവചനത്തിൽ നിന്ന് കേട്ടതുപോലെ സുവിശേഷത്തിന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബാവാതിരുമേന്റെ കൽപ്പനയിൽ കൂടി കേട്ട ആ സന്ദേശം പാടാത്തതായി അനുഭവങ്ങളുടെ നിറവിൽ പ്രാവർത്തിക ലോകത്തിൽ അനേകർക്ക് പ്രത്യാശയും ദൈവകൃപയുടെ സമൃദ്ധിയും തിരുവചനത്തിന്റെ നിറവും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് വഴി നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിനന്ദ തിരുമേനോടുള്ള പ്രത്യേകമായിട്ടുള്ള കടപ്പാട് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം വേർതിരിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പരിശുദ്ധ സഭയുടെ മിഷൻ ബോർഡിന്റെ പ്രസിഡന്റും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായുമായ അഭിനന്ദ ഡോക്ടർ യുഹാനൻ മാർ തേവദോറോസ് മെത്രാപ്പൊലീത്തായെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ പരിനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ കുർലോസ് തിരുമേനി, വൈദിക സിസ്റ്ററെ, കർത്താവിനാൽ അനുഗ്രഹീതരെ, നാംസിന്റെ ഒരു സമ്മേളനം കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സാധിച്ചതിൽ പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പേരുപേരായി എൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്യട്ടെ. വളരെ ദുരന്തപൂർണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതും കടന്നു പോകുന്നതും. കോവിഡിന്റെ അതിപ്രസരം മുഖാന്തരമായിട്ട് അനേക കോടികൾ ദുരന്തം അനുഭവിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മളാൽ ആപത്ത് സഹായങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ തക്കവണ്ണവും സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതിബദ്ധത അർത്ഥപൂർണമാക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഓർപ്പിക്കട്ടെ.
ബോംബെ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായി, തിരുമേനി ഓർപ്പിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. ഭദ്രാസന ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു ഭദ്രാസനം എന്ന് പറയുന്നത് ബോംബെ ഭദ്രാസനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭദ്രാസന ലെവലിൽ തന്നെ ഐനാംസിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഭംഗിയായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിമന്യ കൂർലോസിന് വേണ്ടിയുള്ള നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തട്ടെ. മിഷന്റെ മൗലികമായ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ 2 വാക്കുകളാണ് പറയാനായിട്ടുള്ളത്: ടു സെർവ് ആൻഡ് ടു സേവ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. വേറെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ 2 വാക്കുകൾ ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. ഒന്ന് ശുശ്രൂഷിക്കുക. കർത്താവ് പറയുന്നു, ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേർക്ക് വേണ്ടി തന്റെ പിന്നെ മറുപടിയായി കൊടുപ്പാനും അത്രയും വന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ശുശ്രൂഷ നടപടിയായി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആനുകാലിക സാഹചര്യത്തിൽ കോവിഡിന്റെ മഹാമാരിയുടെ കെടുതികളിലൊക്കെ ഓരോ സന്ദർഭങ്ങളിലും ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ അർത്ഥപൂർണമായ ആവിഷ്കാരമായി നമ്മുടെ ശുശ്രൂഷകൾ റെഡിയായി തീരണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണമുള്ള താഴ്മയും വിശുദ്ധിയും നമുക്ക് കരഗതമാക്കുവാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ശുശ്രൂഷ ജീവിതത്തിലൂടെ മാത്രമേ ക്രിസ്തുവിന്റെ സാക്ഷ്യം അർത്ഥപൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. അങ്ങനെ ശുശ്രൂഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേർക്ക് വേണ്ടി തന്റെ മറുപടിയെ കൊടുപ്പാനും അത്ര വന്നതെന്ന് പറഞ്ഞ കർത്താവിന്റെ പാതകളെ പിൻപറ്റിക്കൊണ്ട് ശുശ്രൂഷ വേദിയിൽ അനുഗ്രഹീതമായി അചഞ്ചലമായി നിലനിൽക്കുവാൻ തക്കവണ്ണം നാംസിന്റെ ഓരോ വ്യക്തികൾക്കും സാധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. രണ്ടാമത് ശുശ്രൂഷിക്കുക, അതുപോലെ തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളത് നാംസിന്റെ മിഷന്റെ മറ്റൊരു ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്തവർക്ക് കർത്താവിനെ പറഞ്ഞു കൊടുക്കുവാനും അറിവുള്ളവർ കൂടുതൽ കർത്താവിനെ പരിചയപ്പെടുത്തി അവരെ ക്രിസ്തോന്മുഖമായ ജീവിതത്തിന്റെ ചൈതന്യമുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനും ഒക്കെ ഞാൻ വന്നതെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ആ നിത്യവിനെ കൊടുക്കുവാൻ തക്കവണ്ണം നിത്യവിന്റെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്കവണ്ണം കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള വലിയൊരു ദൗത്യമാണ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നതെന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടാകണം. അങ്ങനെ ശുശ്രൂഷയുടെയും അതുപോലെ തന്നെ നിത്യജീവന്റെ അവകാശത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ തക്കവണ്ണമുള്ള ദൗത്യത്തിന്റെയും ബോധ്യത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. തിരുമേനി മിഷന് വേണ്ടി വളരെയധികം ഒരു മിഷണറി വീരനായി വളരെയധികം ഭംഗിയായിട്ട് പ്രവർത്തിച്ച് ധാരാളം പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച വ്യക്തിത്വമാണ്. ആ തിരുമേനിയെ എപ്പോഴും അനുസ്മരിക്കുവാനും തിരുമേനിയുടെ വ്യത്യസ്ത ലഭ്യം പ്രാപിപ്പാനും തിരുമേനി നമുക്ക് നൽകിയ വെളിച്ചം കെട്ടുപോകാതെ ഊർജ്ജസ്വലതയോടെ ഉന്മേഷവത്തായി നിലനിർത്തിക്കൊണ്ട് ചലനാത്മകമായി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ആവേശം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ മിഷൻ സൺഡേയുടെ ദിനങ്ങൾ അടുത്തു വരികയാണ്. ഈ 4-ാം തീയതി മിഷൻ സൺഡേ ആണ് കണക്കും പ്രകാരം. പക്ഷേ ഇപ്പൊ അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇന്നത്തെ കോവിഡിന്റെ പരിസ്ഥിതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് അല്പസമയം വേണ്ടി വരും. ഏതായാലും മിഷൻ സൺഡേയുടെ ദിവസം 4-ാം തീയതിയാണ്. അത് നമ്മൾ മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും മിഷൻ സൺഡേ പിരിവിൽ എല്ലാവരെയും സജീവമായി പങ്കാളിത്തം വഹിപ്പാൻ തക്കവണ്ണമുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കോവിഡിന്റെ കെടുതി മൂലം ഈ കഴിഞ്ഞ വർഷത്തെ മിഷൻ സൺഡേ വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മുടെ അതുങ്ങളുടെ പരിസ്ഥിതിയായിട്ടാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അതിന്റെ നല്ല രീതിയിൽ മിഷൻ സൺഡേ പിരിവ് ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം ഭദ്രാസനത്തിലും വ്യക്തികളുടെ തലത്തിലും എല്ലാ തലങ്ങളിലും എല്ലാവരും പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഐനാംസിൽ സംബന്ധിച്ച് ഈ രാത്രി സമയത്ത് ഇതിനുവേണ്ടി സമയം കണ്ടെത്തി ഈ പ്രകാരം സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് അഭിമന്യ കൂർലോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. തിരുമേനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും ദൈവം നമ്പുരാൻ ചേർന്നിരട്ടെ. അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കും. ഈ സമയത്ത് ഇൻട്രോഡക്ടറി റിമാർക്സ് നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട തോമസ് പോൾ സാറിനെ ക്ഷണിക്കുന്നു. തോമസ് പോൾ കയറിയിട്ടുണ്ടല്ലോ അച്ഛാ? യെസ്, മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വിളിക്കണേ. മ്യൂട്ട് ആണോ? ഒന്നുകൂടെ ഒന്ന് വിളിക്കണേ. പോൾ, മിസ്റ്റർ പോൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണോ?
തോമസ് പോൾ സാറെ മ്യൂട്ട് ചെയ്തിരിക്കുക, അൺമ്യൂട്ട് ചെയ്തോട്ടെ. ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ. അല്ലല്ല, അത് മാറ്റി വെച്ച് അടുത്തത് വിളിക്കാം അച്ഛാ നമുക്ക്. ഓക്കെ സാറ്, അവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന്. കോൺടാക്ട് ചെയ്തോളാം, ഞാൻ ഫോണിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ. ഈ സമയത്ത് ബോംബെ ഭദ്രാസനത്തിന്റെ ഇന്റേണൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ഐനാംസിന്റെ മുൻ വൈസ് പ്രസിഡന്റ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സ്റ്റീഫൻ അച്ഛനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? യെസ്. അഭിവന്യ തിരുമേനിമാരെ, വന്യ വൈദികരെ, സഭാ മിഷൻ പ്രവർത്തകരെ, കർത്താവിൽ പ്രിയരെ, ബോംബെ ഭദ്രാസന ആഭ്യന്തര മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു തിരനോട്ടം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. സഭയുടെ കെട്ടുപണിക്കായി നാം ഒരുങ്ങുന്നതിനും ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കേണ്ടതിനും സഭയുടെ ഭിത്തികളെ ബലപ്പെടുത്തേണ്ടതിനും ആത്മരക്ഷയ്ക്കായി കൗദാശിക പ്രാധാന്യം അറിയിച്ച് ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശമാണ് എഫേസ്യ ലേഖനം 2:10 പറയുന്ന വാക്യം. നാം ക്രിസ്തുവിന്റെ കൈപ്പണിയായി ക്രിസ്തുവിൽ സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. നാം ക്രിസ്തുവിന്റെ കൈപ്പണിയായി തീർന്നിരിക്കുന്നു, ക്രിസ്തുവിൽ സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ബോംബെ ഭദ്രാസനം രൂപീകരിച്ച നാൾ മുതൽ ആത്മീയമായും ഭൗതികമായും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭദ്രാസനമാണ്. എന്നാൽ വേണ്ടത്ര ആത്മീയമായി വളർച്ച പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചിന്ത നമ്മെ ഭരിച്ചു. ആയതുകൊണ്ട് അഭിനന്ദ തിരുമനസിന്റെ ഇടമെത്രാപ്പോലീത്ത തിരുമനസിന്റെ പ്രത്യേകമായ താല്പര്യം ഇതിൽ ഉണ്ടായി. അദ്ദേഹം 2014 സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രിക്ക് രൂപം കൊടുത്തു. അതിന്റെ ഭാഗമായി ഭദ്രാസന കൺവെൻഷൻ, വിവിധ പ്രായമുള്ളവർക്കായി പ്രത്യേക ക്ലാസുകൾ, അതുപോലെ ആധ്യാത്മിക സംഘടനകളെ ഏകോപിച്ചിട്ടുള്ളതായ സെമിനാറുകൾ എന്നിവ നടത്തപ്പെട്ടു. വൈദികർക്ക് വേണ്ടി പ്രത്യേക ക്ലാസുകളും കുടുംബ സംഗമങ്ങളും ആരംഭിച്ചു. പ്രാർത്ഥന യോഗങ്ങളിലെ പ്രവർത്തകർക്കായി ലേ ലീഡർ ട്രെയിനിങ് സെമിനാറുകൾ എന്നിവ നടത്തപ്പെട്ടു. പെന്തിക്കോസ്തിക്ക് മുമ്പായുള്ള കാത്തിരിപ്പിന്റെ നാളുകളിൽ 240 മണിക്കൂർ നീണ്ടുനിന്ന അഖണ്ഡ പ്രാർത്ഥനയെക്കുറിച്ച് അഭിനന്ദ തിരുമേനി ഇവിടെ പ്രസ്താവിച്ചുവല്ലോ. ആത്മചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ഈ വർഷവും അതേപോലെ 240 മണിക്കൂർ ചെയിൻ പ്രയർ നടത്തുവാൻ കഴിഞ്ഞു എന്നത് ദൈവനിശ്ചയമായിരുന്നു എന്ന് എടുത്തു പറയട്ടെ. ലോകമെമ്പാടും നടമാടിക്കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരക രോഗം ദേവാലയങ്ങൾ അടപ്പിച്ചപ്പോൾ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തന്മൂലം ഭദ്രാസനത്തിൽ ഓൺലൈനിൽ കൂടി വിശുദ്ധ കുർബാന, പ്രാർത്ഥനയോഗം, വിവിധതരം ക്ലാസുകൾ എന്നിവ നടന്നു വരുന്നു. കൊറോണ കാലത്തിന്റെ ഫലമായി തിയോമിനിസ്ട്രി എന്നതിന് ഒരു രൂപം കൊടുത്തു. തിയോമിനിസ്ട്രി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടി പ്രസംഗങ്ങൾ, ക്ലാസുകൾ, ധ്യാനങ്ങൾ എന്നിവ ഇടവക്കാരെയും വൈദികരെയും ഉൾപ്പെടുത്തി അത് വളരെ ഭംഗിയായി യുവജന പ്രസ്ഥാനങ്ങളും മറ്റാധ്യാത്മ പ്രസ്ഥാനങ്ങളും കൂടി സഹകരിച്ച് അത് നടത്തി വരുന്നു. അത് ഇന്നും അപങ്കരം തുടരുന്നു എന്നുള്ളത് അഭിമാന പുരസ്സരം പറയുവാൻ ആഗ്രഹിക്കുക. വളരെ സമയ ചുരുക്കം കൊണ്ട് ഞാൻ ചുരുക്കമായി പറയുകയാണ്. സ്ലീഹാ നോമ്പിനോടനുബന്ധിച്ച് നടത്തിയ പഠന ക്ലാസ് 13 സ്ലീഹന്മാരെ പറ്റി കൂടുതൽ പഠിക്കുവാനുള്ള ഇടയായത് വലിയ അനുഭവമായിരുന്നു എന്ന് ഇടവക്കാരിൽ നിന്നും വൈദികരിൽ നിന്നും കേൾക്കുവാനിടയായി. അതിന് നേതൃത്വം കൊടുത്ത വൈദികരെയും പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട PK കുര്യൻ സാർ നമ്മുടെ തിരുമേനിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായി ബോംബെ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും ഐനാംസ് യൂണിറ്റ് സ്ഥാപിക്കണം എന്ന് നിർബന്ധിക്കുകയും പറയുകയും അങ്ങനെ തിരുമേനിയെ കൊണ്ട് കൽപ്പനാപൂർവം ഇവിടെ ഐനാംസിന്റെ യൂണിറ്റുകൾ എല്ലാ പള്ളികളിലും അത് സ്ഥാപിക്കുവാൻ ഇടയാക്കിയത് ഒരു അനുഗ്രഹപ്രദമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. 70ാമത് ഗ്ലോബൽ കോൺഫറൻസിന് ആതിഥേയം വഹിക്കുവാൻ കഴിഞ്ഞതും
വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഈ ബോംബെ ഭദ്രാസനം പലവിധ ആതുര സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അവയെക്കുറിച്ച് ഭദ്രാസന സെക്രട്ടറി സവിസ്തരം പറയുന്നതിനാൽ ഞാൻ ആ ഭാഗം വിടുകയാണ്. ദാഹിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തും ക്യാൻസർ രോഗികളെ പരിചരിച്ചും അനാഥരെ പഠിപ്പിച്ചും ക്രിസ്തു സ്നേഹം പങ്കിട്ടു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. തന്നാണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊടുക്കുവാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നു. മാത്രമല്ല, അശരണരായിരിക്കുന്നതായ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുവാൻ ബോംബെ ഭദ്രാസനത്തിന്റെ കീഴിൽ കലമ്പോലി എന്ന് പറയുന്ന പനവേലിക്കടുത്ത് കലമ്പോലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാലമന്ദിരം ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് 3 നില കെട്ടിടം അതിനായി ഒരുങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായും ആത്മീയമായും ഇന്ന് സമുന്നതമായിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ഭദ്രാസനത്തെ കൈപിടിച്ചുയർത്തിയത് മാ തെയോഫിലോസ് തിരുമേനിക്ക് ശേഷം നമ്മുടെ തിരുമേനിയുടെ അശ്രാന്ത പരിശ്രമമാണെന്ന് വൈദികരുടെ സഹകരണവും അതനുസരിച്ച് നല്ല സഹകരണവും ലഭിച്ചതുകൊണ്ടാണ് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുക. സഹായിക്കുക, സഹകരിക്കുക, സംതൃപ്തരാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടുവാൻ സഭയുടെ മിഷൻ പ്രവർത്തനം കൂടുതൽ ശക്തിമത്തായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ബഹുമാനപ്പെട്ട തോമസ് പോൾ സാറിനെ ഇൻട്രോഡക്ടറി റിമാർക്സ് നൽകുവാനായിട്ട് ക്ഷണിക്കും. ഒരു അനുസരിച്ച് നമുക്ക് മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ പ്രസ്ഥാനത്തെ പ്രവർത്തകരെ ഇവരെല്ലാവരും നമ്മളെ സ്മരിക്കുകയാണ്. ഒരു വാക്കില് സ്മരിക്കുകയാണ്. ഐനാംസിനെ സംബന്ധിച്ചോളം ഇതിന്റെ പഴയകാല പ്രവർത്തനങ്ങള് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒസ്താദ്യോസ് തിരുമേനി 1984 വിളിച്ചു ചേർത്ത ഒരു മിഷൻ കൂട്ടായ്മയാണ്. 1984 തടാകം ക്രിസ്തു ശിഷ്യാശ്രമത്തില് ഡിസംബർ 26 മുതൽ 28 വരെയുള്ള തീയതികളിലാണ് ആദ്യത്തെ ഐനാംസിന്റെ സമ്മേളനം നടന്നത്. അത് കഴിഞ്ഞ് 25 വർഷങ്ങള് തുടർച്ചയായിട്ട് ഭംഗിയായിട്ടും 50 സമ്മേളനങ്ങൾ കൂടുവാൻ 50ാം സമ്മേളനം തടാകം ക്രിസ്തു ശിഷ്യാശ്രമത്തിൽ തന്നെ ജൂബിലി ആയിട്ട് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുവാൻ ഈ ജൂബിലി സമ്മേളന സമയങ്ങളിൽ പാമ്പാടി, തോട്ടയ്ക്കാട്, ഹരിപ്പാട് എന്നീ 100-ലധികം യൂണിറ്റുകളിൽ കൂടി ഐനാംസ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു പ്രധാന വിഷയമാണ്. നമ്മള് ഇങ്ങനെയുള്ള ഈ കാര്യത്തില് കുറെ കൂടി നമ്മള് കുറച്ചുകൂടെ ശരിയായ രീതിയിൽ ഒരു ശ്രദ്ധ ആ കാര്യത്തിൽ വേണ്ടിയതാണ്. അതായത് കൂടുതൽ മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഐനാംസിന്റെ അത് തനത് രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമാണ്. ഐനാംസിനെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഇത് സ്ഥാപിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തിരുമേനി ഇത് സങ്കല്പിക്കുന്നത്. സഭ നടത്തുന്ന എന്ത് മിഷൻ പ്രവർത്തനങ്ങളുണ്ടോ അതിലെല്ലാം, അത് ഏത് സംഘടന എന്നില്ല, സഭയിലുള്ള ഏത് സംഘടന നടത്തുന്ന ഏത് മിഷൻ പ്രവർത്തനങ്ങളെയും ഐനാംസ് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളതാണ് തിരുമേനിയുടെ ആഗ്രഹം. നല്ലത് നടക്കുക, സഭയുടെ കൊമ്പ് ഉയരുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ തിരുമേനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അത് ഐനാംസിന്റെ പേര് വർദ്ധിപ്പിക്കാനോ ഐനാംസ് ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാനോ വേണ്ടിയോ ഒന്നും അല്ല തിരുമേനി ശ്രമിച്ചിരുന്നത്.
സഭയിലെ എന്തെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുക. മിഷൻ പ്രവർത്തകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോഴേ കുഷ്ഠരോഗികളുടെ ഇടയിലും എയ്ഡ്സ് രോഗികളുടെ ഇടയിലും വളരെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം സമൂഹങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സഭയുടെ അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. ഇന്ന് സഭയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ 200-ലധികം പ്രവർത്തനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സഭയുടെ പേരിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൽ പലതും ഭദ്രാസനങ്ങളുടെ ചുമതലയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിന്റെ ചുമതലയിലായിരിക്കും, അല്ലെങ്കിൽ മിഷൻ ബോർഡിന്റെ നേരിട്ടുള്ള പ്രവർത്തന കൺട്രോളിലായിരിക്കും. അത് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായാലും അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഐനാംസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഉണ്ട്. മിഷൻ ബോർഡിന്റെ സബ്സിഡിയറി ആയിട്ട് ആണ് ഐനാംസിനെ നമ്മൾ കാണുന്നതും അങ്ങനെയാണ്. അതിന്റെ ഭരണഘടന അനുസരിച്ച് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മിഷൻ ബോർഡിന്റെ ഓക്കെ, എന്റെ വീഡിയോ ക്ലിയർ അല്ലല്ലോ. ഞാൻ ഓഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഓഡിയോയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടും എന്ന് ധരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമുക്ക് മിഷൻ നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി. അപ്പോൾ 100-200ഓളം മിഷൻ കേന്ദ്രങ്ങൾ ഇന്ത്യയിലും വിദേശത്തും എല്ലായിടത്തുമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ നമ്മൾ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ സഭാംഗങ്ങളിലേക്ക് എത്തിക്കുക. മിഷൻ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ, മിഷൻ ബോർഡാണ് ഈ എല്ലാ ഭദ്രാസനങ്ങളുടെ പ്രവർത്തനങ്ങളായാലും ഏത് പ്രവർത്തനമായാലും മിഷൻ ബോർഡിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ കൂടിയാണ് നടന്നു വരുന്നത്. മിഷൻ ബോർഡാണ് നമ്മുടെ മിഷൻ സൺഡേ പിരിവുകള് കളക്ട് ചെയ്യുന്നതും അത് ഓരോ പ്രസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കുന്നതും അതത് പ്രസ്ഥാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും മിഷൻ ബോർഡ് തന്നെയാണ്. അപ്പം മിഷൻ ബോർഡിന്റെ പ്രവർത്തനം എല്ലാ മിഷനെയും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സഭയിൽ നടക്കുന്ന എല്ലാ മിഷൻ അത് നമ്മുടെ അംഗങ്ങളും സഭാമക്കളും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മിഷൻ സൺഡേ സാധാരണയായിട്ട് നമ്മുടെ പ്രവർത്തകര് എല്ലാ ദേവാലയങ്ങളിലും പോയി മിഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും മിഷനിൽ എന്താണ് നടക്കുന്നതെന്നും ഓരോ സ്ഥലത്തും എന്തെന്ത് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ സാമാന്യ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഒരു ബോധ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പോയി കാണുമ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോഴും ഒക്കെ മനസ്സിലാകുന്നത്. നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്ക് മിഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന അനേകരെ ഞാൻ പോലും നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതി അല്ല. നമ്മുടെ സഭയില് കലഹണ്ടിയിലെ ആദിവാസി കോഴികളുടെ മേഖലകളിലും അതുപോലെ ആചാരത്തുള്ള കുഷ്ഠരോഗികളുടെ ഇടയിലും ദഹു റോഡിലെ ബാലികാഗ്രാം കുഷ്ഠരോഗികളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ കുണികളിലെ എയ്ഡ്സ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെ വൃദ്ധസദനങ്ങളും അങ്ങനെ ഒരുപാട് ബാംഗ്ലൂരിലെ ഐനാംസ് നടത്തിയിരുന്ന മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഏറെ അഭിമാനിക്കത്തക്ക ഒരു കാര്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ബാംഗ്ലൂർ ഐനാംസ് വൃദ്ധസദനത്തിന് വേണ്ടി ചെലവഴിച്ച് ഉണ്ടാക്കിയത് മിഷൻ ബോർഡിനെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ മിഷൻ ബോർഡ് നേരിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ ആൻഡമാൻസിൽ ഒരു മിഷൻ കേന്ദ്രം ഉണ്ടാകണം എന്നുള്ള സത്യസിരിമേനിയുടെ വലിയ ആഗ്രഹത്തിന് നമ്മള് 10-30 ലക്ഷത്തോളം രൂപ പല നേരിട്ടും വ്യക്തികളായും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കേന്ദ്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേന്ദ്രങ്ങൾ നമ്മുടെ മിഷൻ സപ്പോർട്ട് നമ്മൾ ആയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഫോർ മിഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഒരു ഐനാംസിന്റെ ഉള്ളിൽ നിന്ന് നടത്തുന്ന ഒരു കാര്യം മാത്രമാണ്. ഐനാംസിനെ സമയത്തോളം ഇന്ന് വരെ ഐനാംസിന്റെ പേരിൽ മറ്റുള്ളവരോട് പിരിവെടുക്കാൻ നമ്മൾ ഒരിടത്തും പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഐനാംസിന്റെ അംഗങ്ങൾ അവരവരുടെ ദശാംശത്തിൽ നിന്ന് മാറ്റിവെച്ച് അത് ആണ് നമ്മൾ ഈ സഭയുടെ ഓരോ മിഷൻ കേന്ദ്രങ്ങളിലെ അംഗങ്ങളെ സഹായിക്കാനായാലും മിഷൻ കേന്ദ്രങ്ങളെ സഹായിക്കാനായാലും അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ സഹായിക്കാനായാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ അതിനെക്കുറിച്ച് പറയേണ്ടി വരും. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് സഭയുടെ എല്ലാ മിഷൻ കേന്ദ്രങ്ങളിലും ഐനാംസിന്റെ കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ മിഷൻ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി കണ്ട് അവിടെ താമസിച്ച് അവിടെ 3-4 ദിവസം ക്യാമ്പ് ചെയ്ത് ഈ അവരുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പൊതുധാരണ നമുക്ക് കിട്ടും. ആ ധാരണ നമ്മുടെ ഇടവകളിലും ഭദ്രാസനങ്ങളിലും വന്ന് പറയുമ്പോൾ അവർക്ക് നേരിട്ടുള്ള ഒരു കാഴ്ച അവർക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ മിഷൻ സൺഡേ കാലങ്ങളിൽ വളരെ അധികം പ്രയോജനപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമുക്ക് ഇതുവരെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും വിജയിക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മിഷൻ കളക്ഷന് വളരെ ചെറിയ തോതിൽ നിന്ന് ഇപ്പം കോടികൾ കവിഞ്ഞ് വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഈ ഇന്ന് ഈ വർഷവും കഴിഞ്ഞ വർഷവും മാത്രം ഈ കോവിഡ് സാഹചര്യത്തിൽ മാത്രമാണ് അതിനൊരു ചെറിയൊരു ഫ്ലോപ്പ് വന്നിട്ടുള്ളത്. അതും നമ്മുടെ സഭാംഗങ്ങള് അത് പരിഹരിച്ച് വീണ്ടും അത് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കളക്ഷൻ നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ദിവസം അനൗൺസ് ചെയ്യും അവരുടെ കളക്ഷന് വേണ്ടിയുള്ളത്. ഒരുപക്ഷെ അത് സെന്റ് തോമസിന്റെ അതിന് മുമ്പ് സൗകര്യപ്രദമായ ഒരു സമയത്ത് വരുമ്പോൾ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഐനാംസിന്റെ പ്രവർത്തകരും മറ്റെല്ലാ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരും അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അനേക കാര്യങ്ങളുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയുടെ സാഹചര്യങ്ങളിൽ ജനങ്ങള് സഭാംഗങ്ങള് കഴിഞ്ഞുകൂടുന്നത് നമുക്കറിയാം. അവരവരുടേതായ ജോലികള് ബിസിനസ്സുകള് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നിച്ചു കൂടുവാന് വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മിഷൻ സംഘടനകളെ ഒന്നിപ്പിച്ച് അവിടെ കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നാംസിന് പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ഐഡന്റിക്കായിട്ട് ഒന്ന് ബോധ്യപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബോംബെയിലുള്ള ഐനാംസ് യൂണിറ്റുകൾ ഒന്ന് മാത്രം കരുതണം. ബോംബെയിലെ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു എങ്കിലും സാധാരണഗതിയിൽ ഐനാംസിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു പൊതുബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നേതാക്കന്മാരോ ഒന്നും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നേതൃത്വത്തിന് വേണ്ടിയും പേരെടുക്കാൻ വേണ്ടിയും ഇതിനകത്ത് വന്ന് ഒരു ലാഭങ്ങളും കിട്ടാത്ത ഒരു സംഘടനയാണ്. പ്രവർത്തിക്കുന്നവര് അവരവരുടെ ദശാംശം ഉപയോഗിച്ച് മാത്രമാണ് പ്രവർത്തിക്കേണ്ടത്. എവിടെ യാത്ര ചെയ്താലും എത്ര 1000 രൂപ ചെലവായാലും അത് അവനവന്റെ പോക്കറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. ഒരു പൈസ പോലും സംഘടനയിൽ നിന്ന് ബില്ല് എഴുതി വാങ്ങിക്കാമെന്നുള്ള ഒരു ധാരണയുള്ള ഒരു സംഘടനയല്ല ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ. ഈ സംഘടന തുടങ്ങിയിട്ട് 30-ൽ പരം വർഷങ്ങളായിട്ട് ഇന്ന് വരെ ഇതിന്റെ പ്രവർത്തകരാരും ഒരു ചില്ലി കാശ് ഇതിന്റെ പൊതു ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭാംഗങ്ങൾ തന്നിട്ടുള്ള പൈസയിൽ നിന്നോ ഇന്ന് വരെ ഇതിന്റെ പ്രവർത്തകരാരും ഒരു നയാ പൈസ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ പറയാൻ ആഗ്രഹിച്ചത്. നാംസിന്റെ പ്രവർത്തനങ്ങൾ ബോംബെയിൽ ഭംഗിയായിട്ട് നടക്കുന്നു. റോഹയിലെ കോൺഫറൻസ് വളരെ വിജയപ്രദമായിട്ട് നടത്തത്തക്ക രീതിയിൽ ടൂറിസ്റ്റിന് എനിക്ക് സാധിച്ചു. അവിടുത്തെ മിഷൻ കേന്ദ്രങ്ങളെ എല്ലാം ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് പോയി കാണുകയും അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി എല്ലാ കേന്ദ്രങ്ങളും വളരെ ഭംഗിയായിട്ട് സന്ദർശിച്ചതാണ്. ഞങ്ങളെ ആ സമയത്തെല്ലാം തിരുമേനി വളരെ കാര്യമായിട്ട് ആതിഥ്യ അരുളി. അക്കാര്യത്തിലൊക്കെ തിരുമേനിയുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. നാംസിന് തിരുമേനി കൊടുക്കുന്ന പ്രാധാന്യവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രസിഡന്റ് തിരുമേനിയോടൊപ്പം എല്ലാ കാര്യത്തിലും വളരെ സഹകരിച്ച് ഇങ്ങനെയുള്ള മിഷൻ വിഷയങ്ങളിൽ ഏറെ ഊന്നൽ നൽകുന്ന ഒരു മെത്രാപ്പോലീത്ത ബോംബെയിൽ ഉണ്ട് എന്നുള്ളത് ദൈവം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ ഇതിന്റെ പ്രവർത്തകരായ ബോംബെയിലെ എല്ലാ
സജീവമായിട്ടുള്ള എല്ലാവരും, തോമസ് വർഗീസ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും, അച്ഛന്മാര്, ഞാലച്ചനൊക്കെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തു തന്നിരുന്നു. സ്റ്റീഫൻ അച്ഛന്, ഈ തോമസ് ചാക്കോ അച്ഛനൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രവർത്തകരെ എല്ലാവരെയും എനിക്ക് നല്ലോണം അറിയത്തില്ല, എങ്കിലും അവിടെയുള്ള വൈദികരും അവിടുത്തെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ ഒരു സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ബോംബെ ഭദ്രാസനത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ഷോർട്ട് വീഡിയോ, ഒരു 4-4.5 മിനിറ്റിൽ അവസാനിക്കുന്ന ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ്. ബഹുമാനപ്പെട്ട OPK ജോഷുവ മലാട് സെന്റ് തോമസ് ഇടവക അംഗമാണ്. അതോടൊപ്പം തന്നെ മലാട് സോണിലെ ഐനാംസിന്റെ കോർഡിനേറ്റർ ആണ്. അദ്ദേഹത്തെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. അഭ്യന്യ ഉസ്താദ് യോസരിമയുടെ സഹോദരപുത്രനുമാണത്. ബഹുമാനപ്പെട്ട തേഡ്രോസ് തിരുമേനി, പ്രസിഡന്റ് മിഷൻ ബോർഡ് ഓഫ് ഇന്ത്യ, കുർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട കുർലോസ് തിരുമേനി, ബോംബെ ഡയസിസിലെ പ്രസിഡന്റ്, ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ്, ബാക്കിയുള്ള എല്ലാ അച്ഛന്മാരും സീനിയർ മെമ്പേഴ്സും എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന ഈ ചാൻസിന് വേണ്ടി. വളരെ അനുഗ്രഹമായിട്ടുള്ള ദിവസമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കണക്കാക്കുന്നത്. കാരണം ബോംബെ ഡയസിസിൽ പല പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ബോംബെ ഡയസിസിലെ പ്രവർത്തനം കുർലോസ് തിരുമേനി വളരെ ലോ പ്രൊഫൈലിലും വളരെ ഡിഫറെന്റ് ലെവലിൽ കൂടെ കൊണ്ടുപോയി ഇന്നത്തെ ദിവസം ഇത് കാണിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രസന്റേഷൻ ആണ്. അത് കഴിഞ്ഞ് ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതാണ്. പ്രസന്റേഷനകത്ത് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ഈ കാണിക്കുന്ന പ്രസന്റേഷൻ ഇത് മിഷൻ വർക്ക്, ബോംബെ മിഷൻ വർക്ക് നമ്മുടെ വാശി അരമനെ മാത്രം നടക്കുന്നതായിട്ടുള്ള ഒരു മിഷൻ വർക്കാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത്. അതല്ലാതെ ഓരോ പള്ളികൾ, ടോട്ടൽ 56 പള്ളികളുണ്ട്. ബഹ്റിൻ, ദോഹ ഒഴിച്ച് ബോംബെയിലെയും ഗുജറാത്തും മഹാരാഷ്ട്രയായിട്ട് 56 പള്ളികളാണ് നമുക്ക് ഉള്ളത്. അതിനകത്തുള്ള എല്ലാ പള്ളികളിലും സെപ്പറേറ്റ് ആയിട്ട് മിഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് വാശി അരമനയില് തിരുമേനിയുടെ നേതൃത്വത്തിലും പ്രസിഡന്റ്ഷിപ്പിലും നടക്കുന്ന മിഷൻ വർക്കാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ ഇവിടെ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്നതാണ് തേജസ്വിനി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ നമ്മൾ 2004 തുടങ്ങിയ സ്കൂളാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. പാവപ്പെട്ടവർക്ക് വേണ്ടിയും സ്ലം ഏരിയയിലുള്ളവർക്കും ടോട്ടൽ ഫ്രീ, ഇൻക്ലൂഡിങ് ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, യൂണിഫോം, സ്കൂൾ ബാഗ്, ഷൂസ്, ആക്സസറീസ് ഇതെല്ലാം കൊടുത്ത് ഇവർക്ക് ആഹാരവും കൊടുത്ത് നടത്തുന്ന ഒരു സ്കൂളാണ് സെന്റ് മേരീസ് തേജസ്വിനി സ്കൂൾ. 2004 തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ റോഹായിൽ നമുക്കൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. 2006 തുടങ്ങിയതാണ്. അതുകൂടാതെ ഈ ദഹു റോഡിൽ തുടങ്ങിയ മിഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ തിരുമേനിയുടെ വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ദഹു റോഡിലെ ലെപ്രസിയുടെ ഫീമെയിൽ പിള്ളേരുടെ. അവരെ തിരുമേനിയുടെ ഈ ബോംബെ ഡയസിസിലുള്ള എല്ലാ ആൾക്കാരും സെന്റ് ജോർജ് ബാലിഗ്രാമിൽ പോയി സഹായിക്കുന്നുണ്ട്. 1993 തുടങ്ങിയ മിഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മിഷൻ ബോർഡ് 1993 തുടങ്ങിയ ഈ സ്ഥാപനത്തെ കുർലോസ് തിരുമേനി വളരെ അടുത്ത് സ്നേഹിക്കുകയും അവിടെ ഈ മിഷൻ വർക്കിനെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതിന്റെ ഒരു സ്കൂളാണ് ഈ താഴെ കാണുന്നത്. അതിന്റെ കൂടെ നമുക്ക് 50 പിള്ളേരും ലെപ്രസിയുടെ ഫീമെയിൽ പിള്ളേര്, അവരെ അഫക്റ്റഡ് അല്ല, അവരെ നമ്മൾ അവിടെ വളർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളതാണ് ഈ അന്ന യോജന എന്ന് പറയുന്നത്. വാശിയുടെ അടുത്തൊരു മുനിസിപ്പൽ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനെ, അവരുടെ റിലേറ്റീവ്സിന്, പാവപ്പെട്ടവർക്ക് ആഹാരമില്ലാതെ ഒരു സമയത്ത് തിരുമേനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും 2017 മാർച്ചിൽ തുടങ്ങിയത്. ഓൾമോസ്റ്റ് 150 പേർക്ക് അവിടെ ആഹാരം വിതരണം, ഉച്ചയ്ക്ക് ആഹാരം വിതരണം ചെയ്യുന്നുണ്ട് ശനിയാഴ്ച തോറും. അതുകൂടാതെ ട്യൂബർക്കുലോസിസ് പേഷ്യൻസിന് വേണ്ടി ന്യൂട്രീഷ്യസ് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്യുവാനായിട്ട്
ചെയ്യുന്നുണ്ട്. അവർക്ക് ബോൺവിറ്റ, ബോയിൽഡ് എഗ്സ്, ഫ്രൂട്ട്സ് എല്ലാം കൊടുത്ത് ഈ ട്യൂബർക്യുലോർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റ്. അത് കഴിഞ്ഞ് ഇപ്പം തുടങ്ങിയ ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി 2019 തുടങ്ങിയാണ് 1 ഓഗസ്റ്റിന്. ഈ കാണുന്ന സ്ഥലം 3.5 കോടി രൂപയ്ക്ക് വാങ്ങിക്കുകയും അതുപോലെ അവിടെ 30 പേഷ്യൻസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ റിലേറ്റീവ്സിനെയും ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് വരുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും അവരുടെ പേഷ്യൻസിനെ റിക്യൂപ്പ് ആകാൻ വേണ്ടി വാങ്ങിച്ച ഒരു സ്ഥലമാണ് ഇത്. വാശി നമ്മുടെ അരമനയുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ്. 3.5 കോടി രൂപയ്ക്ക് വാങ്ങിക്കുകയും എല്ലാ വർഷവും 2 ലക്ഷം രൂപ അതിനുള്ള ചെലവുണ്ട്. അത് ഇപ്പം ഈ കാണുന്നതാണ് നമ്മൾ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ തുടങ്ങിയ സ്പെഷ്യൽ സ്കൂള്. 2-3 വർഷം മുമ്പ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങി. നമ്മൾ തുടങ്ങിയത് 10 പിള്ളേരെ വെച്ചാണ്. ഇത് 2 പിള്ളേരെ വെച്ച് തുടങ്ങി. ഇന്ന് 10 പിള്ളേരുണ്ട് അവിടെ. ആ റോഹ, മഹാരാഷ്ട്രയിലും കോലാടും ആ ഏരിയയില് 100 പിള്ളേര് സ്പെഷ്യൽ പിള്ളേരുണ്ട്. ഈ സ്കൂള് നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വെച്ചിട്ടുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ സ്കൂളിനെ അവിടെ നമ്മൾ നടത്തുന്നത്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഓക്യുപേഷണൽ തെറപ്പി, ഫിസിയോതെറപ്പി, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും തിരുമേനിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സ്കൂൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഇപ്പം നെക്സ്റ്റ് ഫേസിലോട്ട് കൊണ്ടുപോവാണ്. അടുത്ത 10 പിള്ളേരെ എടുത്ത് നമ്മളവിടെ തുടങ്ങുന്നുണ്ട്. അവിടെ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള NGOയില് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള നല്ല ഒരു സ്റ്റാഫിനെ തിരുമേനി റീസെന്റ് റിക്രൂട്ട് ചെയ്തു. അവിടെ ഇപ്പം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ടോട്ടൽ വില്ലേജ് മിഷൻ അവിടെ തുടങ്ങത്തക്ക വിധത്തിലും എല്ലാ ജാതി മതഭേദമുള്ള എല്ലാ ആൾക്കാർക്കും അവിടെ വന്ന് അവരെ സഹായിക്കുന്ന രീതിയിൽ തിരുമേനി അവിടെ തുടങ്ങി. ആ ഏരിയയില് സറൗണ്ടിങ്ങില് ടോട്ടൽ ഈ 75 ഏക്കർ സ്ഥലത്തിന്റെ സറൗണ്ടിങ്ങില് അറൌണ്ട് 167 ട്രൈബൽ വില്ലേജസ് ഉണ്ട്. അവിടെ നമ്മളിപ്പം 2-3 വില്ലേജസിൽ ഇപ്പം മിഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ മിഷൻ വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബോംബെ ഡയസിസിലെ മെമ്പേഴ്സും അവരെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ ഓണർഷിപ്പ് എടുക്കണം. ഈ സ്പെഷ്യൽ സ്കൂളിന്റെയും ഓണർഷിപ്പ് എടുക്കണം. കാരണം 9 പിള്ളേർക്ക് വേണ്ടിയാണ് നമുക്ക് ഒരു ടീച്ചറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരുന്നത്. ഓരോ പിള്ളേരും ഓരോ ക്ലാസ് റൂമാണ്. അപ്പൊ അതുകൊണ്ട് ഭാരിച്ച ചെലവുള്ള ഒരു സംരംഭമാണ് ഈ സ്പെഷ്യൽ സ്കൂൾ. കാരണം വളരെ ഇന്റർനാഷണൽ നല്ല ഒരു മോഡലാണ് ഇതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നത് ഈ സ്പെഷ്യൽ സ്കൂള്. ഇതാണ് നമ്മൾ ടോട്ടലായിട്ട് ഇപ്പം മിഷൻ. ഇതല്ലാതെയും പല മിഷൻ വർക്കുകൾ എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. ഇതാണ് ഇത് പ്രസന്റേഷൻ. ഇനി ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. വീഡിയോ The Bombay Diocese of the Malangara Indian Orthodox Church, established in AD 52 by Saint Thomas, the Apostle of India, today serves a society in Mumbai, Maharashtra, South Gujarat and North Karnataka, with works leading to enriching young minds and uplifting the needy. In the late 1980s, with God's blessings, late lamented His Grace Dr. Philippos Mar Theophilus, the architect of Bombay Diocese, set up headquarters at Vashi, Navi Mumbai. The current metropolitan, His Grace Givargis Mar Kurilos, another global citizen, has taken forward the dreams of his predecessor by touching the lives of thousands of students and the poor. Since 2004, St. Mary's Tejaswini School has been spreading light to the minds of children living in the slums of Turbe. More than 400 students benefit from this project every year, as they are picked up and dropped from their homes, provided nourishments and snacks, their uniforms and books, along with quality education. The Gregorian Special School at Roha addresses the needs of special children with a focus on integrating them into the society. In the same campus of the Gregorian community at Roha, an elders' home has been started, enabling the concept of community living, which by a riverside is apt
for a monastic and meditative retreat. Every Saturday, under the Anna Yojana program, free lunch is made available to underprivileged bystanders of patients admitted to the NMMC hospital in Vashi. Thousands of poor cancer patients and their relatives who visit Tata Hospital stay by the roadside due to the unavailability of affordable boarding facilities. In 2019, with the setup of Ma Theophilos Ashraya Bhavan at Nerul, a new hope was born. Annually, around 1,000 cancer patients and relatives will benefit from this facility along with free accommodation, food and transport. For more than 50 years, young girls and boys have walked through the portals of St. Mary's Group of Schools. Today, 18,000 students study across 14 schools and junior colleges, from Valsad in South Gujarat to Roha in Raigad, and from Kalyan in Mumbai to Dhanori in Pune. In higher education, the Western College of Commerce and the Indira Institute of Business Management at Sanpada offer graduate and postgraduate courses to more than 1,800 students. An aspiring India looks forward to its dynamic youth in growing our nation. Sharing these aspirations, a 33-acre land at Jithe will host the young and brilliant minds of the coming generations. This land on the NH47 Bombay-Goa highway and about 30 minutes from the proposed Navi Mumbai airport will be a place of international repute for studying the latest in fields ranging from healthcare to information technology to agriculture. A start has been made with the earnest efforts of professionals and experts who are shaping the dreams of a university at Jithe. This land awaits the congruence of advanced learning, the experience of corporates, and the brains of academicians, and the exuberance of students to a world-class university. Let us join together to praise God Almighty for all that we could receive and cherish, and to pray for the guidance of the Holy Spirit through the future. Thank you. എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെ ഭദ്രാസനം നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭദ്രാസനത്തിലെ MOCCBയുടെ CEO ആയി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ ഇപ്പോൾ സംസാരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേൾക്കാമോ? അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഐനാംസിന്റെ ഭാരവാഹികളെ, കർത്താവിൽ സഹോദരീ സഹോദരങ്ങളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ബോംബെ മെത്രാസനത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി ഒരു ചെറിയ വിവരണം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോയിൽ കൂടി അതിൻ്റെതായ വിവിധ പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾ കാണുകയുണ്ടായി. നമ്മുടെ മനസ്സിലെല്ലാം കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, ഈ വിദ്യാഭ്യാസ പ്രവർത്തനവും മിഷനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. കാരണം വിദ്യാഭ്യാസം ഒരു കച്ചവട ചരക്കാണ് എന്ന് ചിന്തിക്കുന്നതായ വലിയൊരു സമൂഹത്തിന് മധ്യയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പഴയകാല ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഉരുക്കോട്ടി തിരുമേനി പള്ളി സ്കൂൾ ആരംഭിച്ച് അതിൽ കൂടി വിദ്യാഭ്യാസത്തിൽ കൂടി മറ്റുള്ളവർക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാട്ടിത്തന്നു. CMS മിഷണറിമാര് ഇന്ത്യയിൽ വന്നിട്ട് അവരും വിദ്യാഭ്യാസ മേഖലകളിൽ കൂടിയാണ് വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ 20-21 നൂറ്റാണ്ടുകളിലെ പിതാക്കന്മാർ ഇതിന് വളരെയേറെ പ്രാധാന്യം നൽകുകയും
അതിന്റെ പശ്ചാത്തലത്തിൽ അനേക സ്കൂളുകളെ മലങ്കര സഭയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ബോംബെ ഭദ്രാസനത്തിന്റെ ശില്പിയായ ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി ബോംബെയിൽ വന്ന സമയത്ത് 79 ബോംബെ ഭദ്രാസന ചുമതല ഏറ്റെടുക്കുന്ന സമയത്തും അദ്ദേഹം ആഗ്രഹിച്ചതും വിദ്യാഭ്യാസത്തിൽ കൂടി സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുവാനും യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അഭിമന്യ തേവദോറസ് തിരുമേനി അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ക്രിസ്തുവിനെ അറിയുക, അറിയിക്കുക. ഇത് സാധിക്കുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത്. അത് ബോംബെ ഭദ്രാസനം അതിന്റെ ഊന്നൽ കൊടുക്കുകയും തേഫിലോസ് തിരുമേനിക്ക് ശേഷം അഭിമന്യ കൂർലോസ് തിരുമേനി അതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സഭയ്ക്ക് അഭിമാനകരമായ അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവിടെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഭദ്രാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തില് 10 സ്കൂളുകള് കോളേജുകൾ ആണ് ഉള്ളത്. അവിടെയെല്ലാം 100% ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും വാങ്ങി കുട്ടികൾ പാസ്സാകുന്നുണ്ട്. നമുക്ക് CBSE തലത്തില്, ICSE തലത്തില്, സ്റ്റേറ്റ് ബോർഡ് തലത്തില് 3 തരങ്ങളിലുള്ള സ്കൂളുകൾ ഉണ്ട്. 2015-ലും 2018-ലും ICSE സ്കൂളില് നമുക്ക് നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലും 1ാം സ്ഥാനം 10ാം ക്ലാസ് കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചു. അപ്രകാരം വലിയൊരു മാറ്റം നമുക്ക് ഈ സമൂഹത്തിന്റെ മധ്യേ കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 600 സ്റ്റാഫും ഏകദേശം 10-12,000 കുട്ടികളും നമ്മുടെ സ്ഥാപനങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. അതിനേക്കാളുപരിയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, തേഫിലോസ് തിരുമേനി സ്ഥാപിച്ചാണ് വാഷി സെന്റ് മേരീസ് സ്കൂൾ. 7500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ സെപ്റ്റംബർ 28-ാം തീയതി ഫൗണ്ടേഴ്സ് ഡേ ആണ്, തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. അന്ന് ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും പരിശുദ്ധമാകുന്ന കുർബാനയിൽ വന്ന് സംബന്ധിക്കും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കുർബാന അർപ്പിക്കും. അതിലെല്ലാ സ്റ്റാഫും വന്ന് സംബന്ധിച്ച് അവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അത് തന്നെ കാണിക്കുന്നത് നമ്മുടേതായ മേച്ചിൽപ്പുറങ്ങള് നമ്മൾ വിശാലമായി തുറന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് നമുക്ക് സ്ഥാപനങ്ങളിൽ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുമ്പോൾ കാണുന്നത്, ഈ കേരളത്തിലൊക്കെ അധ്യാപകർക്ക് ക്യാപിറ്റേഷൻ കൊടുത്തെങ്കിൽ ജോലി കിട്ടുമെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ല ഇവിടെയുള്ളത്. മെറിറ്റിന്റെ പശ്ചാത്തലത്തിൽ നോ ക്യാപിറ്റേഷൻ നോ ഡൊണേഷൻ, ഇതിൽ ആണ് സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. തേഫിലോസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ കല്യാണിലും വാശിയിലുമാണ് ഓരോ സ്കൂളുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം അഭിമന്യ കൂർലോസ് തിരുമേനി ഭദ്രാസനത്തിൻ്റെതായ പ്രധാനമായ ചുമതലയൊക്കെ വന്നതിന് ശേഷം 8 സ്കൂളുകൾ കൂടി വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്രകാരം വലിയൊരു വിപ്ലവം നമുക്ക് ഈ മണ്ണിൽ വരുത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ 1997 അഭിമന്യ തേഫിലോസ് തിരുമേനി കാലം ചെയ്തതിനു ശേഷം ഇവിടുത്തെ ശിവസേന മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്കൂൾ വാഷി സെന്റ് മേരീസ് സ്കൂളിന് മുമ്പിൽ കൂടി കിടക്കുന്ന റോഡിന് മോർ തേഫിലോസ് റോഡ് എന്ന പേര് ഈ ശിവസേന മുനിസിപ്പാലിറ്റി നൽകിയത്. ഒപ്പം തന്നെ ആ ജംഗ്ഷന് സെന്റ് മേരീസ് ജംഗ്ഷൻ, നമ്മുടെ പുറകിൽ മുനിസിപ്പൽ ഗാർഡന് സെന്റ് മേരീസ് ഗാർഡൻ എന്നുള്ള പേരുകളും നൽകുവാനായിട്ട് അവര് മുന്നോട്ട് വന്നത് തേഫിലോസ് തിരുമേനിയോടുള്ള ആദരവും അതോടൊപ്പം തന്നെ അഭിമന്യ ഇടവമെത്രാപ്പോലിത്ത ഇപ്പോഴത്തെ ഇടവമെത്രാപ്പോലിത്തയുടെ പ്രവർത്തനത്തിൻ്റെതായ ശക്തിയുമാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഡിഗ്രി കോളേജും ഒരു MBA കോളേജും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു PGDM കോഴ്സ് നടത്തുവാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ആ കോഴ്സ് നടത്തുവാനായിട്ടുള്ള പെർമിഷന് വേണ്ടി AICTയുടെ പെർമിഷന് വേണ്ടിയുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം കരുണ ചെയ്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലങ്കര സഭയുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വിദ്യാഭ്യാസ തലത്തിൽ ഉന്നതി നൽകുവാനും അവർക്ക് നല്ല ജോലികൾ നൽകുവാനും സാധിക്കുന്നതായ പ്രവർത്തനങ്ങളിലേക്ക് ബോംബെ ഭദ്രാസനം
ഇന്നത്തെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുൻപാകെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ തിരുമേനിയുടെ സ്വപ്നത്തെ പറ്റി പറയുകയുണ്ടായി. തിയോ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ കൺസെപ്റ്റ് വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുകയുണ്ടായി. ഈ ടെക്നിക്കൽ ഫീൽഡിൽ കൂടി കൂടുതലായിട്ട് വളർത്തിയെടുക്കുവാനും ആഗോളതലത്തിൽ ഒരു ഗ്ലോബൽ ചിത്രം അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാകുന്ന ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാകുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് ഒരു യൂണിവേഴ്സിറ്റി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കോവിഡിന്റെ സിറ്റുവേഷനിലാണ് അത് അല്പം ഷെൽവ് ചെയ്തിരിക്കുന്നത്. അത് താമസമെന്ന ഈ സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. 18,000 കുട്ടികളോളം ഒരു വർഷം ഇപ്പോൾ പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങൾ 1964 കല്യാൺ സ്കൂൾ ആരംഭിച്ചത്, 1986 വാഷി സ്കൂൾ ആരംഭിച്ചത്, 2000 മുതലാണ് മറ്റു സ്കൂളുകളെല്ലാം ആരംഭിച്ചത്. ഈ സ്കൂളുകളിൽ കൂടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ചെയ്തിരിക്കുന്നവരെല്ലാം യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിനെ അറിയുവാനുമുള്ള ഒരവസരം സൃഷ്ടിക്കുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധിച്ചു എന്നുള്ളത് ദൈവത്തിനു മുൻപാകെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയോടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏവരോടുമുള്ള സ്നേഹം, സന്തോഷം ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. എനിക്ക് ഒരു അവസരം നൽകിയതിന് ഈ ഐനാംസിന്റെ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് റോഹ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുവാൻ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോബിൻ വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. Most respected His Graces, Reverend Priests, all the office bearers of INAMS, and all brothers and sisters in Christ. With the blessings and timely guidance of our Metropolitan and President of Gregorian Community, His Grace Givargis Markurilos, the Gregorian Community, a registered charitable trust, has been involved in a plethora of mission activities since the last many years. At this time, we will only through this slide just see through the 3 important dimensions of mission works being done at Gregorian Community, Roha. During the INAMS conference held globally in the year before the last, most of us are witnesses to what exactly is happening here. Just presenting some of the pictures, we will divide it into 3 sections. First, the special school, second, the shelter home, and third, the village mission. In 3 to 5 minutes, the project will be completed, showing. The first is the special school. We already heard about it, the Gregorian Special School, which formally, officially began in October 2019 with the blessings and great initiative of our Tirumeni. This is the new teacher, the professionally qualified teacher that we have appointed for this cause, and the special school classroom that we have. And this is the set of children. We have 10 children, as we already heard. We have 10 children and a small proper setup for this school to continue functioning. Now, this is lockdown period, so normal classes are not happening, but these were some of the activities which were conducted in a one-to-one session. Yes, the Diwali celebrations of the special school children, which we are seeing. Next. This is the newly inaugurated toy room of Gregorian Special School. We have around 35 to 40 special standard toy equipments specially made for these children. Yes.
Now, on the World Disability Day, we tried to have a sports competition of these children, which is also put as a photograph for your reference. And this is the total set of children with the parents. And a few more slides, just quickly if we can go through them. Now, during online, the teacher was taking online classes, and these are the photographs that were sent to us through the parents of the children from home. 10 children, and we are looking for the next 10 through a new teacher in the coming future. Yes, quickly we'll complete this part. One-to-one session of children. Okay. All the cultural festivals of Maharashtra are being celebrated along with these children and the parents. Now, the second part of our mission activity is the Gregorian Shelter Home. We already heard about old age home, but along with the old age members, our Tirumeni is taking care of exactly 30 members who are permanently staying here at Gregorian Community Campus. Here is a photograph of the set of people that are staying with us. Now, some are old members, some are special school parents along with their children, some are volunteers, some are the staff of the school and the communities, and some are the pre-seminary brothers who are here. So a total of 30 students, 30 people are being taken care of by the Gregorian community. Yes. So now these are some of the pictures of our old age members. We have, yes, the next slides, please. Some of the old age members' pictures are being shown for your reference. Shankar and Ranjana, these are the two old senior members of our old age home. This uncle is new to our institution. We do not bifurcate them as old age members here. We stay as a community. Yes, the next slide. Some of the new members here at Gregorian community. Now, the third part of the mission activity and the last part for your reference, St. Thomas Village Mission. Sister Mary was in charge of the village mission. Now, sister is replaced by Brother Ashish James. Sister is a committee member of Gregorian community. She is now gone for her higher studies, theological studies at Nagpur. And even that is a unique initiative from our Tirumeni to send a female candidate for theological seminary learning. Now, in the village mission section, here we used to have notebook distribution, around 800 notebooks every academic year beginning. We used to get the help of our Vashi school principal, Father Abraham Joseph Achan also, and through other initiatives. Yes, the next slide. Now, a malnourished a survey was conducted in 2019, and based on that, yes, we used to feed the village children, eligible village children, through sponsorship with milk and egg at regular intervals. Other than this, all those volunteers and students coming for field work, yes, next, we used to help them participate in these mission activities, as we can see in these pictures. Yes, please. Now, in recent times, these pictures were all just before the COVID began. After the COVID started, the village mission has been seriously impacted. Yes, but we are trying our little. Now, when Tirumeni had visited this place, there was a chance for us to
bless the underprivileged children of Killa village with school bags donated by Andheri parish. Tirumeni gifted around 40 school bags to the new academically admitted students of the village region. Yes, these were some of the other activities of participation in different functions, social functions of village mission. Yes, please, quickly we'll move to the next slides. Now, during the COVID time, we distributed around 300 food kits. Our diocesan secretary, Achan, and some managing committee members have equally taken great initiative for this to happen. 300 food kits, 700 worth each kit were distributed in 3 phases to the needy migrant people, not only in Roha, but also in different parts of Bombay. Yes. Other than this, we have a regular local prayer meeting being held for the staff members and laborers staying here at Gregorian community. During COVID, we also distributed some mobile phones through the leadership of our OCYM and diocesan secretary. Some of the future project which is already planned is a medical clinic, which we are not yet started only because of the COVID problem. Otherwise, we were ready with the plan for a medical clinic to begin at Gregorian community. So with all the blessings and guidance of our Tirumeni, these were the mission activities of Gregorian community in a nutshell. Thank you for your patient hearing. Thank you very much. ബോംബെ ഭദ്രാസനത്തിന്റെ വിവിധ തരത്തിലുള്ള മിഷനെ സംബന്ധിച്ച് 2-3 ആളുകളുടെ പ്രസന്റേഷൻ, ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സ്റ്റീഫൻ അച്ഛൻ, ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോബിൻ വർഗീസ് അച്ഛൻ, മിസ്റ്റർ OPK ജോഷുവ എന്നിവരുടെ പ്രസന്റേഷൻ നടത്തിയുണ്ടായി. വളരെ ഷോർട്ടായിട്ട് അത് ഒന്നുകൂടി ഒന്ന് ഏകോപിപ്പിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഭദ്രാസനത്തിന്റെ ഇന്റേണൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികള്, ദൈവ മിനിസ്ട്രി പോലെയുള്ള പദ്ധതികളെ പറ്റി ഓൾറെഡി ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ ഓർമ്മിപ്പിച്ചുവല്ലോ. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തില് വളരെ ആളുകള് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ 200-ലധികം കുടുംബങ്ങൾക്ക് 5000 രൂപ വെച്ച് സാമ്പത്തിക സഹായം നൽകുവാനായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ജോബിനച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ ഭക്ഷ്യ കിറ്റ് വിതരണം, അത് റോഹയിൽ മാത്രമല്ല മറ്റ് പല സെന്ററുകളിലായിട്ട് ധാരാളം ഏകദേശം 3000-ലധികം ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുവാനായിട്ട് പല സമയങ്ങളിലായിട്ട് നമുക്കിടയായതിന് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്കൊരു നൈറ്റ് സ്കൂൾ, അതായത് തേജസ്വിനി സ്കൂള് എന്ന് പറയുന്ന ഒരു സ്കൂള് ഉണ്ട്. തുർബ എന്ന് പറയുന്ന ന്യൂ ബോംബെയിലെ ഏറ്റവും വലിയ സ്ലം, ഏകദേശം 100,000-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ലമ്മാണ്. അവിടെയുള്ള 450-ലധികം കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും ഒക്കെ നൽകുന്ന പദ്ധതിയുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞു പോലും ഈ ഡിവൈസിന്റെ അപര്യാപ്തത മൂലം ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ ഇടയാകരുത് എന്ന അഭിമന്യ തിരുമേനിയുടെ നിർബന്ധ ബുദ്ധി കാരണം എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഡിവൈസുകൾ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മൊബൈലായിട്ടും അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ടും ഡിവൈസുകൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അവിടെ മാത്രമല്ല, ഭദ്രാസനത്തിലെ നമ്മുടെ ഇടവകാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഭദ്രാസനത്തിലെ യുവന പ്രസ്ഥാനത്തിന്റെയും MGOCSന്റെയും നേതൃത്വത്തില് ഇതുപോലെ ഡിവൈസുകൾ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുർബയിലെ സ്ലമ്മില് TB പേഷ്യൻസ് ആയിട്ട് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ട്. അവർക്ക് മരുന്ന് വിതരണം ചെയ്യുവാനായിട്ട് അവിടെ എത്തിയപ്പോഴാണ് മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ഛർദ്ദിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്ക് ഈ മരുന്ന് പോലും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ശാരീരിക ശേഷി ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സമീകൃത ആഹാരം നൽകുന്ന ഒരു പദ്ധതി ഭദ്രാസനം നടപ്പിലാക്കി. ബാച്ച് വൈസായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് 6 മാസത്തേക്കെങ്കിലും ഒരുമിച്ച് ഓരോ ദിവസവും ഭക്ഷണം, സമീകൃത ആഹാരം നൽകി അതിനുശേഷം മരുന്ന് നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു. വളരെ വിജയപ്രദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അവിടെ ഒരു ക്ലിനിക്ക് പ്രവർത്തിക്കുന്നു. ധാരാളം ആളുകൾ അവിടെ വന്ന് മരുന്നുകൾ വാങ്ങി
അക്കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സെന്ററുകള് ദേവാലയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഈ സമയത്ത് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ തേജസ്വിനി സ്കൂൾ എന്ന് പറയുന്ന സ്കൂള് ആരംഭിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഒരു കണ്ണ് കാണുവാൻ കഴിയാത്ത ഒരു സ്റ്റുഡന്റ്, ശങ്കർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് അന്നത്തെ പ്രിൻസിപ്പൽ അച്ഛനെ സമീപിച്ചു. അദ്ദേഹത്തിന് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ തിരുമേനിയുമായിട്ട് സംസാരിച്ചു. തിരുമേനി അത് മനസ്സിലാക്കിയപ്പോൾ എല്ലാ പഠന സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് മിടുക്കനായിട്ട് പഠിച്ചു. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ട് 7ാം ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് 10ാം ക്ലാസ്സിൽ എഴുതി പാസ്സായി. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കോളേജ് അധ്യാപകനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഖർ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി അവന്റെ ആ പഠനത്തിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയപ്പോഴാണ് ഈ സ്ലം മിനിസ്ട്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ അവിടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ 450-ൽ അധികം കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും പഠിക്കുന്നു. ഏകദേശം 75 ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ഭദ്രാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷൻ പ്രവർത്തനമായിട്ട് വിലയിരുത്തുകയാണ്. ഭദ്രാസനത്തിൽ ഈ പറയുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഭദ്രാസന മെത്രാപ്പൊലീത്തായുടെ ഒരു പ്രത്യേക ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത് എന്ന നിർബന്ധ ബുദ്ധി അഭിമന്യ തിരുമേനിക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തിരുമേനിയുടെ സപ്തതി നടന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും പുറത്ത് ഒന്ന് അറിയിക്കുവാനായിട്ട് ശ്രമിച്ചത്. തിരുമേനിയുടെ ഒരു നിർബന്ധ ബുദ്ധി അങ്ങനെയാണ്. അത് മാത്രമല്ല, ധാരാളം കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോണായിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വിദ്യാഭ്യാസം ലഭിക്കാതെ ഭദ്രാസനത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് അഭിമന്യ തിരുമേനിയുടെ വലിയ നിർബന്ധമാണ്. അത് പരമാവധി ചെയ്യുവാനായിട്ട് നമ്മൾ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അന്യയോജന എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി നേരത്തെ ഇവിടെ കേട്ട് കാണും. നമ്മുടെ ഭദ്രാസന കേന്ദ്രത്തോട് തൊട്ട് അടുത്തുള്ള മുനിസിപ്പൽ ഹോസ്പിറ്റലിൽ രോഗികളായിട്ടുള്ളവർക്കും ബൈസ്റ്റാൻഡേഴ്സിനുമായിട്ട് 150 പേർക്ക് നമ്മൾ ഫുഡ് നൽകുന്ന പദ്ധതിയാണ്. അത് ഒരു വർഷം പൂർത്തിയാക്കിയ അവസരത്തില് 1000 ഫുഡ് പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടാറ്റ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ള രോഗികൾക്ക് നൽകുവാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഭീകര അവസ്ഥ മനസ്സിലായത്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഒറീസ, ജാർഖണ്ഡ്, UP, ബീഹാർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന തീരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് താമസ സൗകര്യത്തിന്റെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം റോഡ് സൈഡില് 1.5 കിലോമീറ്റർ ദൂരത്തില് ഫുട്പാത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അഭിമന്യ തിരുമേനി പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകി നമുക്ക് കഴിവുള്ള, നമുക്ക് പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തണം. അങ്ങനെയാണ് ഡോക്ടർമാർ ഫിലോസ് ആശ്രയ ഭവൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. 3-3.5 കോടിയോളം രൂപ ചിലവിട്ട് ആ പ്രസ്ഥാനം നമ്മൾ ആ സ്ഥലം വാങ്ങി, ബിൽഡിംഗ് വാങ്ങി അവിടെ അനുഗ്രഹീതമായിട്ട് ശുശ്രൂഷകൾ നടന്നു വരികയാണ്. ഒരു മാസം ഏകദേശം 2 ലക്ഷം രൂപയോളം അതിന്റെ ചിലവിനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇതുകൂടാതെ അഭിമന്യ തിരുമേനിയുടെ സപ്തതി വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അതുമായിട്ട് ബന്ധപ്പെട്ട പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഭവനരഹിതരായ 7 പേർക്ക് ഭവനം നിർമ്മിച്ച് നൽകി, അതുപോലെ തന്നെ വിവാഹ സഹായം നൽകുകയും എഡ്യൂക്കേഷൻ എയ്ഡും ഫിനാൻഷ്യൽ എയ്ഡും ഒക്കെ നൽകുവാനായിട്ട് ഈ സമയത്ത് ഇടയായത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തില് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഉണ്ടായ ജലപ്രളയ സമയത്ത് ബോംബെ ഭദ്രാസനം വളരെ സജീവമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയും ധാരാളം ഭക്ഷ്യധാന്യങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും അത് ട്രക്കിൽ കൂടിയും അതുപോലെ തന്നെ ട്രെയിനിൽ കൂടിയും വിമാനമാർഗത്തിലും ധാരാളം മെഡിസിൻസും ഒക്കെ എല്ലാ ദേവാലയങ്ങളും ഉണർന്ന് ചേർന്ന് പ്രവർത്തിച്ച് അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നൽകുവാനായിട്ട് ഇടയായി എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭദ്രാസനത്തില് ഒരു സൺഡേ ടൈത്ത് സൺഡേ ആയിട്ട്, ദശാംശ സമർപ്പണ സൺഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ഇടവക ജനങ്ങളും അവരുടെ ദശാംശം
ഒരു മാസത്തിന്റെ ദശാംശം മാറ്റിവെച്ച് ഭദ്രാസനത്തിന്റെ ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ആ തുക മാറ്റിവെച്ചിരിക്കുന്നു. അതും വളരെ അനുഗ്രഹകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ചിൽഡ്രന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഹോം, അതിന്റെ പ്രവർത്തനങ്ങളെ പണി അതിന്റെ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. അതുപോലെ വിമൻ എംപവർമെന്റ്, ധാരാളം സ്ത്രീകള് ജോലിയില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുകയും അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായിട്ട് ഒരു ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വില്ലേജ് മിഷനെ പറ്റി ബഹുമാനപ്പെട്ട ജോബിനച്ചൻ ഓൾറെഡി സൂചിപ്പിച്ചുവല്ലോ. റോഹ കേന്ദ്രമായിട്ട് വില്ലേജ് മിഷൻ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്രയുടെ ബോർഡർ ആയിട്ടുള്ള സാവന്തവാടിയിലെ ഒരു വില്ലേജ് മിഷന് ഇപ്പോൾ ആരംഭിക്കുവാനായിട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യ അൽബാറിസ് തിരുമേനി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വരികയും ഏകദേശം 6000-ലധികം കുടുംബങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായിട്ട് മാറ്റപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് സാവന്തവാടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇപ്പോഴും കുറച്ച് കുടുംബങ്ങള് ഈ അഭിമന്യ അൽബാറിസ് തിരുമേനിയുടെ പിന്തുടർച്ചയായിട്ട് ഉള്ളവരുണ്ട്. അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഭദ്രാസന അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്രകാരം പരസ്പരം മനസ്സിലാക്കുവാൻ, പ്രത്യേകിച്ച് ബോംബെ ഭദ്രാസനത്തിന്റെ മിഷനെ പറ്റി അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭയുടെ മിഷൻ ബോർഡും അതുപോലെ ഐനാംസും നടത്തിയ ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയും ഇപ്രകാരം ഒരു അവസരം തന്നതിനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഭദ്രാസനത്തിന്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുക. ഈ സമയത്ത് ഒരു ഇവാലുവേഷൻ നടത്തുവാനായിട്ട് ഐനാംസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ PK കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ അതിനു മുമ്പ് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യം കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഒരു പ്രധാന സംഗതി, ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി ഓർത്തഡോക്സാർക്കോ ക്രിസ്ത്യാനികൾക്കോ മാത്രമുള്ള ഒരു സ്ഥാപനമായിട്ടല്ല, നാനാജാതി മതസ്ഥരോട് കടന്നു വന്ന ക്രിസ്തുവിന്റെ സ്നേഹവും കൂട്ടായ്മയും ആചരിക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ അത് ദൂരപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കുറിച്ച് കൂടുതൽ പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി രൂപം കൊടുക്കുവാനായിട്ട് ഉത്സാഹിക്കുകയാണ്. ദൈവം കരുണ ചെയ്തിട്ട് ഒരു 10 പുരുഷന്മാരും 2 സ്ത്രീകളും, റംബാച്ചൻ, വൈദികര്, ബ്രദറ്, 2 സിസ്റ്റേഴ്സ്, ഇങ്ങനെ 10-12 പേര് ഒരു ഒരുക്കത്തിന്റെ സമയത്താണ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ളത് ഡെവലപ്പ് ചെയ്യാൻ. അതുകൂടാതെ ഒരു തേർഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകൾക്ക് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ചില കുടുംബങ്ങള് ഫ്രണ്ട്സ് ഓഫ് ദി ആശ്രം എന്ന് പറയുന്ന ഒരു തലത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു പതിവ് പലയിടത്തും പാരമ്പര്യത്തിലുണ്ട്. അത് ഒന്ന് റിവൈവ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെറുപ്പക്കാര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സഭയുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടായ്മയും ഒരുമിച്ച് ഒരു ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുവാനുള്ള ഒരു സൗകര്യവും ക്രമീകരിക്കുവാനായിട്ട് ഉത്സാഹം കാട്ടുന്നതിന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ടും കൂടെ വേർതിരിക്കാനാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു വാക്ക് ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും മിഷൻ ബോർഡിന്റെ അധ്യക്ഷനുള്ളത് കൊണ്ട് മിഷൻ ബോർഡ് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മിഷൻ ബോർഡിന്റെ റിപ്പോർട്ടിൽ സാധാരണ വരാറുള്ളത്. ബോംബെ ഭദ്രാസനത്തിലെയോ മറ്റു പല ഭദ്രാസനങ്ങളിലെയോ ഡയറക്റ്റായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൽ വളരെ ചുരുക്കം പേരെ അറിയുന്നുള്ളൂ. ഇപ്പൊ 2 മണിക്കൂറോളം ചെലവഴിച്ചാണ് വളരെ ബ്രീഫായിട്ട് ബോംബെ ഭദ്രാസനത്തിലെ കാര്യങ്ങൾ തന്നെ അവതരിപ്പിച്ചത്. ഓരോന്ന് ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്.
അപ്പൊ സംക്ഷിപ്തമായിട്ടെങ്കിലും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ മിഷൻ ബോർഡ് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മെത്രാസനങ്ങളിൽ കൂടി നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു തലക്കെട്ടും കൂടെ കൊടുത്ത് ഇതുപോലുള്ള ശുശ്രൂഷകൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അനേകം പേർക്ക് പ്രചോദനമായിരിക്കും. സഭയിലെ വഷളത്തരങ്ങളും അന്യോന്യം കൊള്ളിവെപ്പും വൃത്തികേടുകളും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സാങ്കല്പിക ലോകത്തിൽ കഴിയുന്നതിന് പകരം ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുതലും രക്ഷയുടെ വലിയ അനുഭവവും ക്രിസ്തീയ കൂട്ടായ്മയുടെ മാധുര്യവും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് ഉത്സാഹിക്കുന്ന ധാരാളം പേരുണ്ട് എന്ന് അറിയുന്നത് അനേകർക്ക് പ്രത്യാശ പകരുന്നതായിരിക്കും. എല്ലാ വഷളത്തരങ്ങളും തിന്മകളും പൈശാചികതയും ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം നന്മയുടെ, വിശുദ്ധിയുടെ, ആത്മാവിന്റെ ഫലത്തിന്റെ പുതിയ മാർഗത്തിൽ ചരിക്കുവാനായിട്ട് അനേകം പേരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത കൂടിയായിരിക്കും. അതുകൊണ്ട് മിഷൻ ബോർഡിന്റെ റിപ്പോർട്ട് വരുമ്പം ഇങ്ങനെ ഒരു ഭാഗം കൂടെ ചേർത്ത് കുറെ കൂടെ സോളിഡായിട്ട് എല്ലാ മെത്രാസനങ്ങളിലോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ കൂടിയോ പ്രവർത്തനങ്ങളിൽ കൂടിയോ ഉള്ള കാര്യങ്ങളും കൂടെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം മിഷൻ ബോർഡിന്റെ റിപ്പോർട്ട് കുറെ കൂടെ വിപുലീകരിക്കാം. മിഷൻ ബോർഡിലേക്ക് ഈ സ്ഥാപനങ്ങൾ വഴി നാണയങ്ങൾ കിട്ടിയെന്ന് വരികയല്ല, മിഷൻ ബോർഡിന് കിട്ടുന്ന ഒരു നാണയവും ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുമില്ല. പക്ഷേ മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളാണ്. ആ ഒരു പശ്ചാത്തലത്തില് ഐനാംസ് ഉത്സാഹിച്ച് ഓരോ മെത്രാസനത്തിലും നടത്തുന്ന ഇതുപോലുള്ള വിപുലമായ പരിപാടികളെ കുറിച്ച് ബ്രീഫായിട്ടെങ്കിലും അറിയുവാനും അറിയിക്കുവാനും ഒരു അവസരം ഒരുക്കിയതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. ഇതൊരു പുതിയ യുഗത്തിന്റെ പിറവിയായി ഭവിക്കട്ടെ, കൂടുതൽ അനുഗ്രഹമായ പലതും നടക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു, ഉറ്റുനോക്കുന്നു. പ്രത്യേകിച്ചും പ്രസിഡന്റ് തിരുമേനോട് ഈ അഭ്യർത്ഥന ഞാൻ വേർതിരിക്കുകയും ചെയ്യുന്നു. ഓവർ ടു പ്രൊഫസർ കുര്യൻ. ഇന്ന് വാസ്തവത്തില് when the mind is full, words are few എന്ന ആഡേജ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ സത്യമാകുക. ഇതായിരുന്നു വാസ്തവത്തിൽ നമ്മൾ ഈ ഡയോസിയൻ മീറ്റ് കൊണ്ട് ആഗ്രഹിച്ചത്. എന്തോ ഒരു ക്ലാരിറ്റി, വീഡിയോയാണെങ്കിലും ജോബിനച്ചൻ പ്രസന്റ് ചെയ്ത കമ്മ്യൂണിറ്റിയുടെ, റോഹ കമ്മ്യൂണിറ്റിയുടെ വർക്കാണെങ്കിലും, സ്കൂൾസ് ഒരു കച്ചവട സ്ഥാപനമായി കരുതുന്നത് കൊണ്ട് വസ്താത്യോസ് തിരുമേനി അതിനെ എൻകറേജ് ചെയ്തില്ല എന്നുമൊക്കെ ഉള്ള ഒരു ധാരണ. ഇത് ഈ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങാനും അതിലുപരിയായിട്ട് വാസ്തവത്തില് ഐനാംസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഭദ്രാസന മീറ്റ് വലിയൊരു ആശയമായിട്ട് പ്രസന്റ് ചെയ്തതിന്റെ ഒരു സാക്ഷാത്കാരമായി ഇന്ന് ഓരോ പ്രോഗ്രാമും നാംസിന്റെ ഈ മുഖമുദ്രകളൊക്കെ നിലനിർത്തുകയും ചെയ്തു. നമ്മുടെ തൃത്വഗാനത്തോടെ ആരംഭിച്ചു. നമ്മുടെ സമയക്രമം അത് നാംസിന്റെ ഒരു മുഖമുദ്രയാണ്. ഇപ്പോഴ് 9:48 ആയിട്ടുള്ളൂ. കൃത്യം 10 മണിക്ക് when the clock strikes 10 ഇത് കൺക്ലൂഡ് ചെയ്യും മനോഹരമായിട്ട്. സമയം തുടങ്ങുന്ന ആരംഭം മനോജച്ചന് വളരെ മനോഹരമായിട്ട് ഇതൊക്കെ ആവിഷ്കരിച്ച് കൃത്യസമയം പാലിക്കാനായിട്ട് സാധിച്ചു എന്നതാണ് ഒരു പ്രത്യേകത. വളരെ മനോഹരമായിരുന്നു ദേവദാസ് തിരുമേനിയുടെ മിഷൻ മെസ്സേജ്. 2 കാര്യങ്ങളാണ് ത്രസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ബ്രെവിറ്റി ഈസ് ദി സോൾ ഓഫ് വിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറയാൻ അത് വളരെ മനോഹരമായിട്ട് 2 വാക്കുകളിൽ, ഒന്ന് സേവ് ആൻഡ് സർവീസ്, എത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. അഭിമന്യ കൂർലോസ് തിരുമേനി ഒന്നും ചെയ്യുന്നില്ലാത്തതുപോലെ ഇരിക്കുന്നെങ്കിലും എത്ര മനോഹരമായിട്ട് വിദൂരത്തിലിരുന്ന് തൻ്റെ ശിഷ്യരെ കൊണ്ട്, തൻ്റെ പ്രവർത്തകരെ കൊണ്ട് എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു എന്നുള്ളതും ഇന്നത്തെ ഒരു വലിയ അതിഭയങ്കര പ്രത്യേകതയായിരുന്നു. പ്രസിഡൻഷ്യൽ സ്പീച്ചും തിരുമേനിയുടെ സ്പീച്ചും മനോഹരമായിരുന്നു. ഇൻട്രൊഡക്ടറി സ്പീച്ചില് മിസ്റ്റർ പോൾ പറയാൻ ശ്രമിച്ചത്
ഇതാണ് ഐനാംസ് ഒരു വേറിട്ട പാതയിൽ ഒരു ആദിമകാലത്തെ സഭയുടെ ഒരു 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 പ്രത്യേകതകളൊക്കെ ബാക്ക് ടു ദി ട്രാക്സ് അത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഭയങ്കരമായ ഒരു ആഗ്രഹം. അഭിമന്യ തിരുമേനി, നമ്മുടെ തിരുമേനി അപ്പച്ചന് വാസ്തവത്തിൽ ആലോചിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. ഒന്ന്, ദശാംശം കൊടുക്കാൻ നമ്മുടെ സഭാമക്കളെ പഠിപ്പിക്കുക. പ്രൊട്ടസ്റ്റൻസ്, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളൊക്കെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അവരുടെ ദശാംശം കൊടുക്കുന്നതിൽ എത്ര കരുതലാണ്. ഇത് സാധിച്ചു എന്നതിന്റെ ഭയങ്കര തെളിവാണ് നാംസ് അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ ബോംബെയില് കുർലോസ് തിരുമേനി പേട്രൈസ് ചെയ്യുന്നത് കൊണ്ട് പൊതുവായതിൽ പലതിലും നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വിവിധ യൂണിറ്റുകൾ വളരെ മനോഹരമായിട്ട് അവരുടെ മാത്രം ദശാംശം സ്വരൂപിച്ച് നടത്തുന്ന വമ്പൻ പ്രവർത്തനങ്ങളാണ്. ഒരു 20 പരിപാടിയുണ്ട് നമുക്ക്, പാർപ്പിടം, ഈ പദ്ധതികളൊക്കെ ഇത്ര മനോഹരമായിട്ട് പോകുന്നത്. ഇത് ചില മുഖമുദ്രകളാണ് നാംസിന്റെ. അതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ നാംസ് നടത്തുന്ന ശുശ്രൂഷകളെ കുറിച്ച് ഒരു വാക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. തിരുമേനി പറയുമായിരുന്നു, ഇത് നമുക്കൊന്നും കൊട്ടിഘോഷിച്ച് ട്രംപറ്റിങ് അലൗഡ്, ആളുകള് സ്വയം അറിഞ്ഞ് വരുമ്പം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വാസ്തവത്തിൽ തുടികൊട്ടി പാടുക. എന്തെല്ലാം പ്രവർത്തനങ്ങള്! അത് എത്ര ക്ലാരിറ്റിയോടെ വീഡിയോ പ്രസന്റ് ചെയ്ത് ഈ ജോബിനച്ചന് ഓരോ ആസ്പെക്ട്, ജിജി അതുപോലെ തന്നെ ഓരോ ആസ്പെക്ട് ഒന്നും സൈഡ് ലൈൻ ചെയ്യാതെ എത്ര സത്യമായിട്ട് പ്രസന്റ് ചെയ്തു. ഇതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷന്റെ ബേസ്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നിയത്, യേശു കർത്താവ് 2000 വർഷത്തിന് മുമ്പ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിതാവ് അയച്ച പുത്രൻ തൻ്റെ ആദ്യത്തെ മിഷണറി ആയിട്ട് വന്നപ്പം യേശു കാണിച്ചു തന്ന വഴികൾ മാത്രമാണ്. എത്ര മനോഹരമായിട്ട് സ്നേഹത്തിൽ നിന്ന് ഉതിർക്കുന്ന കർത്താവിന് എല്ലാം മനസ്സലിവിൽ നിന്നായിരുന്നു എല്ലാം ഉദിക്കുന്നത്. ഈ തേജസ്വിനി സ്കൂളിന്റെ ഒക്കെ ചരിത്രം നമ്മളെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ മനസ്സലിവ്, ആ ശേഖർ, എന്താ കുട്ടിയുടെ പേര്, ബ്ലൈൻഡ്, തിരുമേനിയുടെ അടുത്ത് വരുന്നതും ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന പോലെ അതിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന നാമ്പുകള് വലിയ പ്രസ്ഥാനങ്ങളായിട്ട് തീരുന്നതും ഇന്ന് വാസ്തവത്തില് വളരെ മനസ്സ് നിറഞ്ഞ അനുഭവമാണ്. ജിജി പ്രസന്റ് ചെയ്തതും നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. വാസ്തവത്തിൽ ഈ വീഡിയോ ആദ്യം എനിക്ക് അയച്ചു തന്നപ്പം ഞാൻ ജിജിയോട് പറഞ്ഞു, ഇതിനൊരു കമന്ററി അതിനെ അക്കമ്പനി ചെയ്തെങ്കിലേ ഇന്ന് കൊടുത്തതുപോലെയാ വാസ്തവത്തിൽ കൊടുക്കേണ്ടത്. എത്ര മനോഹരമായിട്ട് അതും പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ മിഷൻ റിലേറ്റഡ് ബഹുമാനപ്പെട്ട അച്ഛന് പറഞ്ഞത് വലിയൊരു സത്യമാണ്. കേരളത്തിലെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസം ഒരു കച്ചവട ചരക്കാകുന്നത്. ആ സാഹചര്യത്തിലാണ് ഒസ്താത്യോസ് തിരുമേനി. പക്ഷെ ഒസ്താത്യോസ് തിരുമേനി സ്ഥാപിച്ച സ്കൂളുമുണ്ട്. അല്ലാതെ ഒസ്താത്യോസ് തിരുമേനി ഡെഫിനറ്റ് ആയിട്ട് വിചാരിച്ചിരുന്നു പരുമല തിരുമേനിയാണ് വാസ്തവത്തിൽ സഭയിൽ ആദ്യം അത് പൂർണ്ണമാക്കുന്നത്. നമ്മുടെ സ്കൂളുകളുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കണം. ഈ ദളിത് സ്കൂളിന്റെ പോർട്ടൽസ് കാണാത്തവര് വിദ്യ അഭ്യസിച്ച് സമൂഹത്തിന്റെ മുന്നാമ്പുറങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോഴേ ഇവിടുത്തെ കാസ്റ്റും നാസ്റ്റി കസ്റ്റംസും ഇവിടുത്തെ തൊട്ടു തീണ്ടൽ എല്ലാം ഒടുങ്ങുന്നത് ആ സമയത്തേ ഉള്ളെന്ന് പറഞ്ഞ് അന്ന് തിരുമേനി ആണ് വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിപ്ലവം തുടങ്ങി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഐനാംസിന്റെ ചരിത്രത്തിൽ അറിയാം, 200 ഈ ദളിത് കുടുംബങ്ങൾ, പഴയ കുടുംബങ്ങള് ക്രിസ്തുമതം സ്വീകരിച്ച് ഈ പരുമലയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവരെ നമ്മൾ എങ്ങനെയാ അറിയുന്നറിയാവോ? ആ വലിയ പ്രളയത്തില് ആ കുടുംബങ്ങളിൽ ഏതാനും ചില കുടുംബങ്ങൾ നമ്മുടെ ഇടവകയിൽ ഇപ്പോഴുമുള്ള കുടുംബങ്ങള് അവരുടെ വീട് നഷ്ടപ്പെട്ട് പെരയുടെ മുകളിൽ മാർക്ക് കാണാൻ വെള്ളം പൊങ്ങി നിൽക്കുന്നത് അങ്ങ് റൂഫിനോട് ചേർന്ന്.
തകർന്നു പോയ 2 കുടുംബങ്ങള്. അവിടുന്ന് ഒരു അച്ഛൻ വിളിച്ചു, ഐനാംസ് ഇവിടം വരെ ഒന്ന് കാണണം. 2 വീടുകള് മിനിറ്റ് വെച്ച് ഈ ഐനാംസിന്റെ ഹൈദരാബാദിലുള്ള ഒരു യൂണിറ്റും അഹമ്മദാബാദിലുള്ള ഒരു യൂണിറ്റ് ഓരോ ലക്ഷം രൂപ അയച്ചു തന്ന് അത് അച്ഛനെ ഏൽപ്പിച്ച് അതിന്റെ മുഴുവൻ നല്ലപോലെ അതിന്റെ പണികൾ നഷ്ടപ്പെട്ടതൊക്കെ പുനഃക്രമീകരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി. തിരുമേനി പറഞ്ഞത് വാസ്തവത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് മുമ്പിൽ പരിമല തിരുമേനി എത്ര ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ 14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ഒന്നും ഡൊണേഷനും ഇല്ല, ക്യാപിറ്റേഷനും ഇല്ല. ഇത് യഥാർത്ഥമായ ക്രിസ്തുവിന്റെ വഴിയിലെ വർക്കാണെന്നുള്ളത് ഇന്ന് ഇത് കേട്ട് നമുക്ക് എത്ര സുന്ദരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ അടുത്തത് പിന്നെ എല്ലാ വർക്കുകളും സമയം വർദ്ധിച്ചു പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് വാട്ട് ഈസ് വി കോൾ ദി ഡയോസിൻ മീറ്റ്. ഒരു മിഷൻ ഡയോസിൻ മീറ്റിന്റെ യഥാർത്ഥ രൂപചിത്രമാണ്. എത്ര മനോഹരമായിരുന്നു, എല്ലാവരും കൂടെ കൂട്ടായിട്ട് എത്ര പ്രവർത്തിച്ചു. മനോജച്ചൻ എത്ര മനോഹരമായിട്ട് സംഗതികൾ നിയന്ത്രിച്ച് എത്ര സുന്ദരമാക്കി ഇത് പര്യവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവസന്നിധിയിൽ. വാസ്തവത്തില് ബോംബെ ഭദ്രാസനം നടത്തുന്ന സേവനങ്ങള് അതിൻ്റെ മക്കളായ നമ്മള് ഇന്നാണ് യഥാർത്ഥത്തിൽ അറിയുന്നത്. ദേവദോറോസ് തിരുമേനി ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഭദ്രാസനത്തെ സംബന്ധിച്ച്. അതെത്ര സത്യമാണെന്ന് നമുക്കിത് മനസ്സിലാക്കുക. ഈ കൂട്ടായ പ്രവർത്തനം ഇങ്ങനെ വളരട്ടെ. ഇവിടുത്തെ ഒരു ക്രച്ച്, ഇവിടുത്തെ നമ്മുടെ നാംസിന്റെ ഒരു നെർവ് സെന്റർ ആ വാസ്തവത്തിൽ ബോംബെ. കാരണം ഇത്രയും പള്ളികളില് ഒരു ഡയോസിസിൽ ഒന്നിച്ച് നാംസിന്റെ യൂണിറ്റുകളില്ല. അത് നമുക്ക് വലിയ ഭയങ്കരമായ ഒരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയ സംഭവം ഇതിന്റെ ഉള്ളിൽ അവിടെ വന്ന് കോൺഫറൻസ് നടക്കുമ്പോഴും ശ്രദ്ധിച്ചു. ഒരു വലിയ സംഭവം ഉള്ളത് എന്താണെന്നറിയാവോ? ക്രിസ്തുവിന്റെ വിശ്വമാനവികത ആ നാനാജാതി മതസ്ഥർക്ക് എല്ലാം തുറന്നു കൊടുത്ത് അതൊരു വലിയ കാര്യമായിട്ട് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പാലിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ സമയത്ത് ബോംബെ ഡയോസിഷൻ മിഷൻ മീറ്റിംഗില് സംബന്ധിച്ച ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ബോംബെ ഭദ്രാസനത്തിന്റെ പ്രയർ ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് ഞാലിൽ അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ യൂറിസ് മാർ കൂർലോസ് തിരുമേനി, അഭിവന്യ ഡോക്ടർ യോഹാൻ മാർ തെവദോറസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഐനാംസിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ PK കുര്യൻ, സെക്രട്ടറി തോമസ് പോൾ, ഇതിന്റെ ആദ്യകാല പ്രവർത്തനം ഇപ്പോഴും ആദ്യോടെ അവസാനം വരെ ഒരു പ്രചോദനമായി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ D മാത്യു സാർ, ഐനാംസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഈ ഭദ്രാസനത്തിന്റെയും മറ്റു ഭദ്രാസനങ്ങളിലെയും വൈദിക ശ്രേഷ്ഠർ, എല്ലാവർക്കും ദൈവതിരുനാമത്തില് സ്തുതി അർപ്പിക്കുന്നു. മിഷൻ സൺഡേയിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേക പ്രാർത്ഥനയുടെ മുഖവരിയായി ബൈബിളിലെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയായി എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തേജനം അപ്പോസ്തല പ്രവർത്തികളുടെ ഈ വാക്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി തുടങ്ങി വെച്ച മിഷൻ പ്രവർത്തനം തിരുമേനിയും അപ്രകാരം നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ മുഖമായി അഭിവന്യ യൂറിസ് മാർ ഒസ്താത്യോസ് തിരുമേനി സഭയിൽ ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല വിവിധ ദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുവാനായിട്ട് ഇടയായത് അനുസ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് മിഷൻ സൺഡേ എന്ന
ജൂലൈ മാസത്തെ ആദ്യത്തെ സൺഡേ. ഈ സൺഡേകളിലുള്ള മിഷൻ സൺഡേയുടെ ധ്യാനങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ ഓരോ കാലത്തും മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന യാതൊരു സംശയമില്ല. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പുതിയൊരു ദിശ ആണല്ലോ നാഷണൽ മിഷൻ സ്റ്റഡീസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന നാൻസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആദ്യകാലങ്ങളിൽ ഞാനത് ശമാശനായിട്ട് അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്നത് പ്രവർത്തിച്ച് വളർന്ന് അത് ഇന്റർനാഷണൽ മിഷൻ സ്റ്റഡീസ് ഓഫ് അസോസിയേഷൻ ആയിട്ട് അത് വളർന്നിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളും വ്യാപകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മിഷൻ ബോർഡിന്റെ പ്രവർത്തനത്തിന് സപ്പോർട്ട് നൽകുന്ന ഐനാംസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ ഭദ്രാസനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ട് അഭിമന്യ യുവറിസ്മാർ കൂർലോസ് തിരുമനസ്സുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ അത് സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളായി ഏകോപിപ്പിക്കത്തക്കവണ്ണമുള്ള ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഇങ്ങനെ അവസരമുണ്ടാക്കിയതിൽ മിഷൻ ബോർഡിനോടും അതിന്റെ പ്രസിഡന്റ് തിരുമേനിയോടും ഐനാംസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരോടും ഇന്നത്തെ ഈ മീറ്റിംഗിൽ പ്രത്യേകിച്ച് ബോംബെ ഭദ്രാസനത്തിന്റെ നാമത്തിലുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. അഭിമന്യ ദേവദോറോസ് തിരുമേനി ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ആമുഖമായ സന്ദേശം നൽകി. അദ്ദേഹം എപ്പോഴും അല്പം മാത്രം സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അത് റബ്ബർ ബാൻഡ് പോലെ വിശാലമായിട്ടുള്ള ചിന്തകളുള്ളതാണ്. മിഷൻ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന് അതിന്റെ തലപ്പത്ത് അതിന്റെ അതേ തീഷ്ണതയുടെ ഭാവത്തിൽ നമുക്ക് പ്രയോജനം നൽകുന്ന അഭിമന്യ യുഹാനന്മാർ ദേവദോറോസ് തിരുമേനിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ആരും അറിയാതെ എന്നാൽ മിഷൻ പ്രവർത്തനത്തിന്റെ പുതിയ മുഖങ്ങളെ ബോംബെ പട്ടണത്തിലും ബോംബെയിലെ ഗ്രാമപ്രദേശങ്ങളിലും എത്തിക്കുവാനും നിന്ന് കേട്ട പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിന് പിന്നിലെ പ്രചോദനമായി അതിന്റെ A to Z കാര്യങ്ങൾക്ക് പൂർണ്ണമായ സമയവും പ്രചോദനവും ഉത്കണ്ഠയൊക്കെ നൽകി ഈ ഭദ്രാസനത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾ പോലെ അത് സഭയിൽ മുഴുവനും വ്യാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അതിന്റെ ഉന്നതതലത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ ഗിവറീസ്മാർ ഒസ്താദ്യസ്ഥിനുള്ള നന്ദിയും ഈ ഭദ്രാസനത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി അറിയിക്കുന്നു. ഈദർശിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മദ്രാസ് സെക്രട്ടറി ഈ പ്രോഗ്രാംസ് ഒക്കെ ക്രോഡീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് ചാക്കോ മനോജനാണ്. അച്ചോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രസന്റേഷൻ അവതരിപ്പിച്ച ബെനോ സ്റ്റീഫൻ അച്ഛൻ നമ്മുടെ സ്വാതി സിരിമേനയുടെ സഹോദരൻ പുത്രൻ, അദ്ദേഹം ഇപ്പോൾ മിഷൻ പ്രവർത്തനത്തിൽ റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം ചെലവഴിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നു. അഭിമന്യ സ്വാതി സിരിമേനയുടെ അതേ തീഷ്ണത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ജിജി ജോഷുവ, പൂർണ്ണമായും ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോബിനച്ചൻ, ബോംബെ ഭദ്രാസനത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ, എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. ഈ ഭദ്രാസനത്തില് ഐനാംസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 1-2 വർഷങ്ങളായിട്ട് ആരംഭിച്ചു. അത് ഈ ഭദ്രാസനത്തിൽ പൂനെയിലും റോഹയിലും വെച്ച് നടത്തിയ കോൺഫറൻസ് ആണ് പ്രചോദനം. ഇപ്പൊ മിക്കവാറും എല്ലാ പള്ളികൾ അതിന്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സജി കനുമുട്ടിലച്ചൻ, ഇപ്പോൾ പൂർണ്ണസമയം ഭദ്രാസനത്തിന്റെ റിട്ടയർമെന്റ് ചെയ്തെങ്കിലും വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർ തിരുമനസ്സുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ ഐനാംസിന്റെ പ്രസിഡന്റ് കൂടിയായ സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സ്റ്റീഫൻ അച്ഛൻ, അവിടെയൊക്കെ ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ ഭദ്രാസനത്തില് ഐനാംസും അതുപോലെ പ്രാർത്ഥനയോഗം ഏകോപിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇടവതലത്തിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐനാംസും പ്രാർത്ഥനയോഗവും ലേ ലീഡേഴ്സും ചേർന്നാണ് അഭിമന്യ തിരുമനസിന്റെ നിർദ്ദേശം അനുസരിച്ച് തിയോ മിനിസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 600-ൽ പരം ലേ മെമ്പേഴ്സ് അതിൽ വിവിധ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും സന്ദേശങ്ങളും നൽകാൻ തക്കവണ്ണം സജ്ജമായിട്ടുണ്ട്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ ഇടവകൾ തലത്തിലും ആ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രചോദനം അഭിമന്യ ഗിവറീസ്മാർ കൂർലോസ് കൊണ്ടാണ്. അതിനേക്കാൾ ഉപരി ഞാൻ അവസാനമായിട്ട്
ബഹുമാനപ്പെട്ട പ്രൊഫസർ പി.കെ. കുര്യൻ സാറിനാണ്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ രോമാഞ്ചം ഉണ്ടാകത്തക്കവണ്ണമാണ് അദ്ദേഹത്തിന്റെ പ്രചോദനം. ഈ ഭദ്രാസനത്തിലെ ഐനാമസിന്റെ പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമാകുവാനായിട്ട് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള പ്രോത്സാഹനങ്ങളുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രൊഫസർ പി.കെ. കുര്യൻ സാറിനോടും തോമസ് പോൾ സാറിനോടും ബാക്കി സംബന്ധിച്ച് എല്ലാവരുമുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, അതുപോലെ ഈ ഭദ്രാസനത്തിലെ മിക്കവാറും ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തകര്, വൈദികര്, മറ്റു ഭദ്രാസനമുള്ളവരെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരോടും ഈ ഭദ്രാസനത്തിന്റെ നാമധേയത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് സ്നേഹഗാനം ആലപിക്കുന്ന ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവനും മരണവും ഒരുപോലെ കാൽവരി തന്നൊരുവൻ ധൈര്യം. കാൽവരി തന്നൊരുവൻ ധൈര്യം. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവൻ നൽകി ജീവൻ തന്ന ജീവാരംഭമായവനെ. ജീവൻ നൽകി ജീവൻ തന്ന ജീവാരംഭമായവനെ. ജീവൻ മരണം ജീവനം പാവനവൃത്തം വൃത്തം ഞാൻ തേടും. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ബഹുമാനപ്പെട്ട തോമസ് മ്യാനിൽ അച്ഛനോടും അതുപോലെ തന്നെ ഐനാംസിന്റെ ഭദ്രാസന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് വർഗീസിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് ആശീർവാദം നൽകി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. അഭ്യുന്നയ പൂർണ്ണസിനിമേനെ ആശീർവാദം നൽകുവാനായി ക്ഷണിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും മിഷൻ ബോർഡിനോടും ഐനാംസിനോടും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളോടും ബോംബെ ഭദ്രാസനത്തോടും അതിൻ്റെ എല്ലാ സാക്ഷ്യം വഹിക്കുന്ന മേഖലയോടും ഈ സമ്മേളനത്തിൽ പ്രത്യേകമായിട്ട് പങ്കെടുത്ത വൈദികരും വിശ്വാസികളുമായ സകലരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Thank you, Kurian sir. Thank you, Diriveni. Okay, good night. Thank you. God bless. Thank you. Done well. Okay.